ഫോറൻസിക് ഫോട്ടോഗ്രാഫറായിരുന്നു പ്രശാന്ത്. മരണം അയാൾക്കൊരു നിഴൽ മാത്രമായിരുന്നു. അല്ലെങ്കിലും ഒരു ശവത്തിന്റെ ഏറ്റവും വൃത്തികെട്ട കോണുകൾ പോലും ശാന്തമായ മനസ്സോടെ തെളിച്ചമുള്ള ലെൻസിലൂടെ ഒപ്പിയെടുക്കുന്ന ഒരാൾക്ക് അതിലപ്പുറം എന്ത് വികാരമാണ് ഉണ്ടാവുക? 20 വർഷങ്ങൾക്കിപ്പുറം എത്രയോ മനുഷ്യ ശരീരങ്ങൾ കത്തിക്കരിഞ്ഞതും അഴുകിത്തീർന്നതും വെട്ടേറ്റ് ചിന്നിച്ചിതറിയതും അവന്റെ ക്യാമറയ്ക്ക് മുന്നിൽ നിശ്ചലമായി കിടന്നിരിക്കുന്നു. ഓരോ മരണവും ഓരോ കേസ് ഫയൽ മാത്രമായിരുന്നു, സത്യത്തിന്റെയോ നീതിയുടെയോ ഭാഗമായി രേഖപ്പെടുത്തേണ്ട വെറും ഡാറ്റ. പക്ഷേ വയനാടൻ മലമടക്കുകളിലെ ആ രാത്രി, ആ വിറങ്ങലിച്ച ഇരുട്ട് അവന്റെ ആ മനോഭാവത്തെ മാറ്റിമറിച്ചു. കൈതമുക്ക് എസ്റ്റേറ്റ് ബംഗ്ലാവ് എന്ന് പഴമക്കാർ വിളിക്കുന്ന ആ സ്ഥലത്തേക്ക് പോലീസ് ജീപ്പ് കയറി ചെല്ലുമ്പോൾ സമയം അർദ്ധരാത്രിയോട് അടുത്തിരുന്നു. മഴ ഇടമുറിയാതെ പെയ്യുന്നുണ്ടായിരുന്നു. അയാൾക്ക് അന്ന് ലഭിച്ച സന്ദേശം വ്യക്തമായിരുന്നു. അസ്വാഭാവിക മരണം, സ്ഥലം തീർത്തും വിജനമാണ്, എത്രയും വേഗം എത്തണം. സബ് ഇൻസ്പെക്ടർ വിനോദ് കാത്തു നിൽക്കുന്നുണ്ട്. പ്രശാന്ത് തന്റെ പഴയ വിശ്വസ്തനായ നിക്കോൺ D850 ക്യാമറയും ട്രൈപോഡും എടുത്തു. പുറത്ത് ചെളി നിറഞ്ഞ എസ്റ്റേറ്റ് റോഡിലൂടെയുള്ള യാത്ര. ടയറുകൾ മണ്ണിനെ മാന്തിയെടുക്കുന്ന ശബ്ദം മാത്രം കേൾപ്പിച്ചുകൊണ്ട് യാത്ര തുടർന്നു. വയനാടൻ കാലാവസ്ഥയുടെ തണുപ്പ് അയാളുടെ എല്ലുകളെ വരെ മരവിപ്പിച്ചു. മലയുടെ മുകളിലേക്ക് പോകുന്തോറും മൊബൈൽ റേഞ്ച് തീർത്തും അപ്രത്യക്ഷമായി. മൂടൽമഞ്ഞ് കട്ടിയുള്ള ഒരു ഭിത്തി പോലെ കാഴ്ചകളെ മറച്ചു. ഇതൊരു പഴയ സ്ഥലമാണ് പ്രശാന്ത് സാർ. 1 നൂറ്റാണ്ടിലധികം പഴക്കമുണ്ട്. ഇവിടെ ഇപ്പോൾ ആരും താമസിക്കാറില്ല. ഉടമസ്ഥൻ ഗൾഫിലാണ്. മരിച്ചയാൾ രാഘവൻ, ഒരു 70കാരൻ, എസ്റ്റേറ്റ് നോക്കി നടത്തിയിരുന്ന കാര്യസ്ഥനായിരുന്നു. ഡ്രൈവർ ഗോപാലൻ ഭയം കലർന്ന ശബ്ദത്തിൽ പറഞ്ഞു. ബംഗ്ലാവിന് മുന്നിലെത്തിയത് ഒരു വലിയ കാത്തിരിപ്പിന് ശേഷമായിരുന്നു. അതൊരു കെട്ടിടമായിരുന്നില്ല, മറിച്ച് കാലം അതിന്റെ എല്ലാ ദുരന്തങ്ങളും ചുമലിലേറ്റിയ ഒരു നിശബ്ദ സാക്ഷിയായിരുന്നു. ചുമരുകളിൽ പായലും ഈർപ്പവും പറ്റിപ്പിടിച്ചിരിക്കുന്നു. മുൻവശത്തെ വരാന്തയിലെ തൂണുകളിൽ വവ്വാലുകൾ കൂട്ടമായി തൂങ്ങിക്കിടന്നു. ജീപ്പിന്റെ വെളിച്ചത്തിൽ എസ്റ്റേറ്റിന്റെ അതിർത്തിയിലെ കൊഴിഞ്ഞ ഇലകൾക്കിടയിൽ ഒളിച്ച മരങ്ങൾ കൈകൂപ്പി നിൽക്കുന്ന പ്രേതങ്ങളെ പോലെ തോന്നി. പ്രശാന്തിനെ കാത്ത് SI വിനോദും ഒരു ഹെഡ് കോൺസ്റ്റബിളും അവിടുത്തെ തൊഴിലാളികളിൽ ഒരാളും മാത്രമുണ്ടായിരുന്നു. അവരുടെ മുഖങ്ങളിൽ ഉറക്കക്ഷീണത്തിനും പേടിക്കും പകരം വിവരിക്കാനാവാത്ത ഒരസ്വസ്ഥത തളം കെട്ടി നിന്നു. പ്രശാന്ത്, നീ എത്തിയതിൽ സന്തോഷം. ഒരൽപ്പം ബുദ്ധിമുട്ടിക്കേണ്ടി വന്നു, ക്ഷമിക്കണം. പക്ഷെ ഇവിടെ വന്നത് നന്നായി. കേസ് പുറത്തു കാണുന്നത്ര ലളിതമല്ല. SI വിനോദ് ഒരു മെഴുകുതിരിയുടെ വെളിച്ചത്തിൽ പ്രശാന്തിനെ സ്വീകരിച്ചു. പുറത്ത് മഴയുടെ ആരവം കൂടിക്കൂടി വന്നു. പ്രശാന്ത് ചോദ്യമൊന്നും ചോദിച്ചില്ല. തണുത്തു മരവിച്ച ഇരുട്ടിലൂടെ SIയുടെ കൂടെ അകത്തേക്ക് നടന്നു. അകത്ത് വായുവിന് കട്ടിയുണ്ടായിരുന്നു. അടഞ്ഞുകിടന്ന പഴയ മരം കൊണ്ടുള്ള ജനലുകളിൽ നിന്ന് നൂറ്റാണ്ടുകളുടെ പഴക്കമുള്ള പൊടിമണവും ചീഞ്ഞ മരത്തിന്റെയും അതിലുപരി എന്തോ ഒരാളുടെ സാന്നിധ്യത്തിന്റെയും ഗന്ധം. അത് ചോരയുടെ ഗന്ധമായിരുന്നില്ല, മറിച്ച് ശുദ്ധമായ ഭയത്തിന്റെ ഗന്ധമായിരുന്നു. അവിടെ എത്തിച്ചേർന്നത് ബംഗ്ലാവിന്റെ ഏറ്റവും പുറകിലുള്ള ഒരു ചെറിയ മുറിയിലാണ്. അത് രാഘവന്റെ കിടപ്പുമുറിയായിരിക്കണം. മുറിയുടെ മധ്യത്തിലായി തറയിൽ രാഘവൻ മലർന്നു കിടക്കുന്നു. അയാളുടെ കണ്ണുകൾ തുറന്നിരുന്നു, വായ അല്പം തുറന്ന നിലയിൽ. കഴുത്തിൽ നേരിയ ചതവുകൾ ഉണ്ടായിരുന്നു. മുറിവ് ചെറുതാണ്, അതൊരു വലിയ ആക്രമണത്തിന്റെ സൂചന നൽകുന്നില്ല. പോലീസ് റിപ്പോർട്ടിൽ ഇത് ആത്മഹത്യയോ ഹൃദയാഘാതമോ ആവാമെന്നാണ് പ്രാഥമിക നിഗമനം. കഴുത്തിലെ മുറിവ് സ്വയം ചെയ്തതാകാം. അല്ലെങ്കിൽ വിനോദ് പകുതിയിൽ നിർത്തി. അല്ലെങ്കിൽ പ്രശാന്ത് ട്രൈപോഡ് വിടർത്തിക്കൊണ്ട് ചോദിച്ചു. അല്ലെങ്കിൽ മറ്റെന്തോ ഒന്ന്. ഈ മുറിയിൽ മറ്റെവിടെയും തോന്നാത്ത ഒരു തണുപ്പുണ്ട് പ്രശാന്ത്. ജനലുകളെല്ലാം അകത്തുനിന്ന് അടച്ചിട്ടിരിക്കുകയായിരുന്നു. കതക് തകർക്കേണ്ടി വന്നു. എങ്കിലും ആരും ഇവിടെ നിന്നും പുറത്തേക്ക് പോയിട്ടില്ല. രാഘവൻ നല്ല കരുത്തുള്ള മനുഷ്യനായിരുന്നു. വിനോദ് മുറിക്ക് ചുറ്റും കത്തിച്ചു വെച്ച മെഴുകുതിരികളിൽ നിന്ന് കണ്ണെടുക്കാതെ പറഞ്ഞു. പ്രശാന്ത് മറുപടി പറയാതെ ക്യാമറ ലെൻസ് ശവം ലക്ഷ്യമാക്കി തിരിച്ചു. അയാൾ ഇതുവരെ കണ്ട മരണങ്ങളെല്ലാം ഒരേപോലെയായിരുന്നു. ഇവിടെയും അതേ നിശബ്ദത, അതേ നിശ്ചലത. ലെൻസിലൂടെ നോക്കിയപ്പോൾ രാഘവന്റെ തുറന്ന കണ്ണുകൾ നേരിട്ട് അയാളെ നോക്കുന്നതായി തോന്നി. ആദ്യ ഷോട്ട് എടുത്തു. ഒരു ക്ലിക്ക് ശബ്ദം. ഇരുട്ടിനെ കീറിമുറിച്ച ഫ്ലാഷ് മിന്നി. പ്രശാന്ത് തന്റെ ക്യാമറയുടെ ചെറിയ LCD സ്ക്രീനിലേക്ക് നോക്കി. രാഘവന്റെ മൃതദേഹം കൃത്യമായി പതിഞ്ഞിരിക്കുന്നു. കഴുത്തിലെ മുറിപ്പാടുകൾ, തറയിലെ പൊടി, എല്ലാം വ്യക്തം. രണ്ടാമത്തെ ഷോട്ട് എടുക്കാൻ വേണ്ടി പ്രശാന്ത് ക്യാമറയുടെ കോൺ അഡ്ജസ്റ്റ് ചെയ്യുകയായിരുന്നു. അപ്പോഴാണ് അത് സംഭവിച്ചത്. മുറിയുടെ അന്തരീക്ഷം പെട്ടെന്ന് 1 ഡിഗ്രിയോളം താഴ്ന്നതുപോലെ. ഒരുതരം അസ്വാഭാവികമായ മരവിപ്പ്. അയാൾ ഒരു നിമിഷം ശ്വാസം അടക്കിപ്പിടിച്ചു. വിനോദും കോൺസ്റ്റബിളും പരസ്പരം നോക്കി. മുറിയിലെ മെഴുകുതിരി നാളങ്ങൾ ഒറ്റയടിക്ക് ഒരു വശത്തേക്ക് വളഞ്ഞു. എന്നിട്ട് നേരെയായി. പുറത്ത് മഴയുടെ ശബ്ദം ഒരു നിമിഷം നിലച്ചു. പ്രശാന്ത് പെട്ടെന്ന് ക്യാമറ തോളിലേക്ക് ഉയർത്തി. രാഘവന്റെ തലയുടെ വലതുഭാഗത്തുള്ള ചുമരിനോട് ചേർന്ന കോൺ ലക്ഷ്യമാക്കി മൂന്നാമത്തെ ഷോട്ട് എടുത്തു. വീണ്ടും ഒരു ക്ലിക്ക് ശബ്ദം മുഴങ്ങി. ഫ്ലാഷ് മിന്നിയണഞ്ഞ ആ ചെറിയ ഇടവേളയിൽ LCD സ്ക്രീനിൽ ആ ചിത്രം തെളിഞ്ഞു. പ്രശാന്ത് ഞെട്ടി. അവന്റെ ഹൃദയമിടിപ്പ് നിലച്ചതുപോലെയായി.
കാരണം ആ ഫ്രെയിമിൽ രാഘവന്റെ തലയ്ക്ക് മുകളിലായി അവ്യക്തമായ ഒരു രൂപമുണ്ടായിരുന്നു. അതൊരു നിഴലായിരുന്നില്ല, അതൊരു രൂപമായിരുന്നില്ല, മറിച്ച് മുറിയിലെ വെളിച്ചത്തെ മുഴുവൻ വലിച്ചെടുത്ത് അവിടെ ഒരു ദ്വാരമുണ്ടാക്കിയതുപോലെ തോന്നിക്കുന്ന കറുത്ത സാന്ദ്രമായ ഒരു വിടവ്, വായുവിലെ കറുപ്പ്. പ്രശാന്ത് പെട്ടെന്ന് പ്രിവ്യൂ ബട്ടൺ അമർത്തി. പക്ഷെ ആ രൂപം അപ്രത്യക്ഷമായിരുന്നു. മുറിയിലെ പൊടിപടലങ്ങളും ചുമരിലെ ഈർപ്പവും മാത്രം അവശേഷിച്ചു. അവൻ വീണ്ടും ആ ഫോട്ടോയിലേക്ക് നോക്കി. പക്ഷെ കറുത്ത വിടവ് എവിടെയും കാണാനില്ല. എന്താ പ്രശാന്ത്, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? വിനോദ് പതിഞ്ഞ സ്വരത്തിൽ ചോദിച്ചു. ഇല്ല, ഒന്നുമില്ല. വെളിച്ചം പോരാഞ്ഞതുകൊണ്ട് ലെൻസ് ഒന്നുകൂടി തുടച്ചതാണ്, പ്രശാന്ത് മനഃപൂർവ്വം ശബ്ദമുയർത്തി പറഞ്ഞു. അവൻ ആ മുറിയെ ശാസ്ത്രീയമായി വീണ്ടും നിരീക്ഷിച്ചു. അവന്റെ ഫോറൻസിക് പരിശീലനം പറയുന്നത് ലൈറ്റിംഗിന്റെയോ ലെൻസിന്റെയോ പ്രതിഫലനം മൂലമുണ്ടായ ഒപ്റ്റിക്കൽ ഇല്യൂഷൻ ആവാം അതെന്നായിരുന്നു. ആശ്വാസത്തോടെ അവൻ വീണ്ടും ക്യാമറ ഉയർത്തി. ഇത്തവണ അവൻ രാഘവന്റെ കൈപ്പത്തികൾ ലക്ഷ്യമാക്കി ഫോട്ടോ എടുത്തു. രാഘവന്റെ വലതു കൈപ്പത്തി തറയിലെ പൊടിയിൽ മുറുക്കി പിടിച്ചിരുന്നു. ഒരു ക്ലിക്ക് ശബ്ദം മുഴങ്ങി. ഫ്ലാഷ് മിന്നി. പ്രശാന്ത് ചിത്രം നോക്കി. കൈപ്പത്തിയുടെ ചിത്രം വ്യക്തം. പക്ഷെ ആ കൈവിരലുകൾക്കിടയിൽ രാഘവൻ എന്തോ ഒന്ന് ഞെരുക്കിപ്പിടിച്ചിരുന്നു. അതൊരു സാധാരണ പൊടിയോ ചെളിയോ കല്ലോ ആയിരുന്നില്ല. അതൊരു മനുഷ്യന്റെ നഖമായിരുന്നു. അതിലെ അസ്വാഭാവികത പ്രശാന്തിന്റെ മനസ്സിനെ ആദ്യമായി വേട്ടയാടി. നഖം ആരുടേതാണ്? അവൻ ഉടൻ തന്നെ ഗ്ലൗസ് ധരിച്ച് കൈപ്പത്തി ശ്രദ്ധയോടെ നിവർത്തി. രാഘവന്റെ സ്വന്തം നഖമായിരുന്നില്ല അത്. വളരെ നീളമുള്ളതും ഇരുണ്ട നിറമുള്ളതുമായ ഒരു നഖത്തിന്റെ കഷ്ണം. പ്രശാന്ത് നഖം ശ്രദ്ധയോടെ ഒരു എവിഡൻസ് കവറിലേക്ക് മാറ്റി. അടുത്ത നിമിഷം പ്രശാന്തിന്റെ ശ്രദ്ധ ക്യാമറയിലേക്ക് തിരിഞ്ഞു. ആ സമയം ക്യാമറയുടെ ഓട്ടോ ഫോക്കസ് ലൈറ്റ് രാഘവന്റെ ശരീരത്തിന് അല്പം മുകളിലായി വായുവിലെ ഒരു ബിന്ദുവിൽ മിന്നിത്തെളിയാൻ തുടങ്ങി. ഒരു വസ്തുവുമില്ലാത്ത ശൂന്യമായ വായുവിൽ. പ്രശാന്ത് തറഞ്ഞു നിന്നുപോയി. അവന്റെ എല്ലാ യുക്തിയും ചോദ്യം ചെയ്യപ്പെട്ടു. ക്യാമറ ഫോക്കസ് ചെയ്യുന്നത് ഒരു ഭൗതിക വസ്തുവിലാണ്. അങ്ങനെയെങ്കിൽ അവിടെ വായുവിൽ ഒരു അദൃശ്യമായ വസ്തുവുണ്ടോ? അവൻ വിറയ്ക്കുന്ന കൈകളോടെ ആ വായുവിലെ ബിന്ദു ലക്ഷ്യമാക്കി അടുപ്പിച്ച് 3 തവണ ഷട്ടറമർത്തി. ഓട്ടോ ഫോക്കസ് ലൈറ്റ് ചുവന്നു കത്തി. അടുത്തടുത്തുള്ള ക്ലിക്ക് ശബ്ദങ്ങളോടെ ക്യാമറ ചിത്രം പകർത്തി. പ്രശാന്ത് ഭയത്തോടെ ക്യാമറയുടെ സ്ക്രീനിലേക്ക് നോക്കി. ഇത്തവണയും ആദ്യം കണ്ട കറുത്ത വിടവൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ അവസാനത്തെ 3 ഷോട്ടുകളിലെയും എക്സ്പോഷർ തീർത്തും കൂടുതലായിരുന്നു. ചിത്രങ്ങൾ വെളുത്തുപോയിരുന്നു. അന്ധമായ വെളിച്ചം മാത്രം. എന്നാൽ ആ 3 ചിത്രങ്ങളിലുമായി ഒരേ ഒരു കോണിൽ മാത്രം രാഘവന്റെ നെഞ്ചിൽ തണുത്തുറഞ്ഞ ഒരു കൈപ്പത്തിയുടെ വിരലടയാളം. അത് രാഘവന്റെ കൈപ്പത്തിയല്ല. മൃതദേഹം കിടക്കുന്ന പൊടിയിൽ ആ ക്യാമറയുടെ രൂപം പതിഞ്ഞിട്ടില്ല. എന്നാൽ ക്യാമറയുടെ ലെൻസിലൂടെ ഫ്ലാഷിന്റെ തീവ്രതയിൽ അത് രാഘവന്റെ നെഞ്ചിൽ കൃത്യമായി പതിഞ്ഞിരിക്കുന്നു. പ്രശാന്തിന്റെ നെറ്റിയിൽ വിയർപ്പ് പൊടിഞ്ഞു. ഇത് വെളിച്ചത്തിന്റെ കളിയല്ല, ഇതൊരു നിഴലുമല്ല. ക്യാമറ നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാനാവാത്ത ഒന്നിനെ അതിന്റെ ഏറ്റവും ഭീകരമായ രൂപത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. പ്രശാന്ത്, നീ എന്താ അവിടെ തന്നെ നോക്കി നിൽക്കുന്നത്? ആ ഫോക്കസ് ലൈറ്റ് എന്തിലാണ് കത്തുന്നത്? വിനോദ് പരിഭ്രമത്തോടെ ചോദിച്ചു. പ്രശാന്ത് മറുപടി പറഞ്ഞില്ല. അവന്റെ കൈകൾ ക്യാമറയിൽ മുറുകി. അവന്റെ മനസ്സ് തകർന്നു തുടങ്ങിയിരുന്നു. കാരണം ആ വിരലടയാളം അത് ഒരു സാധാരണ മനുഷ്യന്റെ കൈയായിരുന്നില്ല. അതിന്റെ ആകൃതി അമാനുഷികമായി നീണ്ടതായിരുന്നു. അവൻ ആ മുറിയിൽ നിന്നും രക്ഷപ്പെടാൻ ആഗ്രഹിച്ചു. പക്ഷെ അവന്റെ ജോലി അവനെ ബന്ധിച്ചിരുന്നു. ഒരു ഫോറൻസിക് ഫോട്ടോഗ്രാഫർക്ക് തെളിവാണ് ദൈവം. ഭയത്തെ തള്ളിമാറ്റി അവൻ വീണ്ടും ലെൻസിലൂടെ രാഘവന്റെ മുഖത്തേക്ക് നോക്കി. ഇത്തവണ അവന്റെ കണ്ണുകൾ കണ്ടത് രാഘവന്റെ തുറന്ന വായിൽ നിന്ന് കട്ടിയുള്ള കറുത്ത ഒരൊറ്റ മുടിയിഴ പുറത്തേക്ക് നീണ്ടുകിടക്കുന്നതായിരുന്നു. ആ ദൃശ്യം അയാളുടെ ഫോറൻസിക് അനുഭവങ്ങളുടെ പുസ്തകത്തിൽ ഉണ്ടായിരുന്നില്ല. ഒരു മനുഷ്യന്റെ വായിൽ നിന്ന് ഇങ്ങനെ ഒരു മുടിയിഴ പുറത്തേക്ക് നീളണമെങ്കിൽ ഒന്നുകിൽ അത് വായിൽ നിന്ന് പുറത്തേക്ക് പോവുകയായിരുന്നു, അല്ലെങ്കിൽ ഉള്ളിലേക്ക് പോവുകയായിരുന്നു. എന്താ പ്രശാന്ത്, നീ എന്താ രാഘവന്റെ മുഖത്ത് തന്നെ നോക്കി നിൽക്കുന്നത്? SI വിനോദിന്റെ ശബ്ദം മുറിയിലെ തണുപ്പിൽ അലിഞ്ഞുപോയിരുന്നു. പ്രശാന്ത് ഒരു നിമിഷം ശ്വാസം ഉള്ളിലേക്ക് വലിച്ചു. ഭയം അതിന്റെ എല്ലാ ശക്തിയോടെയും അയാളുടെ ബോധത്തെ പിടിച്ചുലയ്ക്കാൻ ശ്രമിച്ചു. പക്ഷെ വർഷങ്ങളുടെ പരിചയ സമ്പത്ത് അയാളെ താങ്ങി നിർത്തി. ഈ മുറിയിൽ നടക്കുന്ന ഓരോ കാര്യവും രേഖപ്പെടുത്തണം. രേഖപ്പെടുത്താനുള്ള ഏക ഉപകരണം തന്റെ കയ്യിലുള്ള ക്യാമറയാണ്. ക്യാമറ എന്നത് സത്യത്തെ മാത്രം പിന്തുടരുന്ന ഒരു യന്ത്രമാണല്ലോ. ഇല്ല വിനോദ്, ഇയാളുടെ വായിൽ നിന്ന് ഒരൊറ്റ മുടിയിഴ പുറത്തേക്ക് നീണ്ടുകിടപ്പുണ്ട്. അതൊന്ന് രേഖപ്പെടുത്തണം. പിന്നെ ഈ നഖം. പ്രശാന്ത് എവിഡൻസ് കവർ ഉയർത്തിക്കാട്ടി. ഇതൊരു സാധാരണ നഖമല്ല. ഇത് രാഘവന്റെ സ്വന്തം നഖവുമല്ല. കേസിൽ ഇതൊരു പ്രധാന തെളിവാകാം. ആക്രമണം നടന്നപ്പോൾ പോരാളിയുടെ നഖം തെറിച്ചുപോയതാകാം. പ്രശാന്ത് പറഞ്ഞത് വിനോദിന് പൂർണ്ണമായി ബോധ്യപ്പെട്ടില്ല. എങ്കിലും പ്രശാന്തിന്റെ വാക്കുകളിലെ ദൃഢത വിനോദിനെ തൃപ്തിപ്പെടുത്തി.
പ്രശാന്ത് വീണ്ടും ക്യാമറ ഉയർത്തി. വായിൽ നിന്ന് പുറത്തേക്ക് തൂങ്ങിക്കിടക്കുന്ന കറുത്ത മുടിയുടെ ക്ലോസപ്പ് ഷോട്ട് എടുത്തു. അതിനുശേഷം രാഘവന്റെ നെഞ്ചിലെ അദൃശ്യമായ കൈപ്പത്തിയുടെ അടയാളം വീണ്ടും ക്യാമറയിൽ പതിപ്പിക്കാൻ ശ്രമിച്ചു. കൃത്യം അതേ ആംഗിളിൽ, അതേ എക്സ്പോഷറിൽ. ഒരു ക്ലിക്ക് ശബ്ദം, ഫ്ലാഷ് മിന്നി, ചിത്രം തെളിഞ്ഞു. പ്രശാന്ത് ഞെട്ടിയുറച്ചു. ആദ്യത്തെ ചിത്രത്തിൽ കണ്ട അമാനുഷികമായി നീണ്ട വിരലുകളുള്ള ആ കൈപ്പത്തിയുടെ വിരലടയാളം ഇത്തവണ കൂടുതൽ വ്യക്തമായിരുന്നു. ക്യാമറയുടെ ലെൻസ് ഒരു പോളിഗ്രാഫ് ടെസ്റ്റ് പോലെ നഗ്നനേത്രങ്ങൾ കാണാത്ത സത്യം വിളിച്ചു പറയുന്നു. പ്രശാന്ത് വേഗം ക്യാമറയിലെ മെറ്റാഡാറ്റ പരിശോധിച്ചു. ഓരോ ചിത്രത്തോടൊപ്പവും രേഖപ്പെടുത്തുന്ന സ്ഥലവും സമയവും താപനിലയും. മുറിയിലെ താപനില 18.2 ഡിഗ്രി സെൽഷ്യസ് ആയിരുന്നു. വയനാടൻ രാത്രിയിൽ സാധാരണമാണത്. പക്ഷെ ഈ അമാനുഷിക ചിത്രം പകർത്തിയ സമയത്ത് താപനില പെട്ടെന്ന് 16.2 ഡിഗ്രി സെൽഷ്യസിലേക്ക് താഴ്ന്നതായി ക്യാമറ രേഖപ്പെടുത്തിയിരിക്കുന്നു. 2 ഡിഗ്രി സെൽഷ്യസിന്റെ പെട്ടെന്നുള്ള വ്യതിയാനം അതൊരു സാങ്കേതിക പിഴവായിരുന്നില്ല. മുറിയിൽ പെട്ടെന്ന് ഒരു വലിയ തണുപ്പ് കയറി വന്നതിന്റെ ഭൗതികമായ തെളിവായിരുന്നു അത്. ആ തണുപ്പാണ് മെഴുകുതിരി നാളങ്ങളെ ചായ്ച്ചത്. ആ തണുപ്പാണ് ആ കറുത്ത വിടവായി ക്യാമറയ്ക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെട്ടത്. പ്രശാന്തിന്റെ ശാസ്ത്രീയ പരിശീലനം അവസാനമായി ഒരു അടവ് പയറ്റി. ഇൻഫ്രാറെഡ് ഫോട്ടോഗ്രഫി. അയാളുടെ കിറ്റിൽ ഇൻഫ്രാറെഡ് ഫിൽറ്റർ ഉണ്ടായിരുന്നു. അവൻ വേഗം ലെൻസ് മാറ്റി ക്യാമറയുടെ ബോഡിയിൽ ഇൻഫ്രാറെഡ് ഫിൽറ്റർ ഘടിപ്പിച്ചു. ഇൻഫ്രാറെഡ് രശ്മികൾ വസ്തുക്കളെ താപനിലയെ അടിസ്ഥാനമാക്കി അവയെ കൂടുതൽ വ്യക്തമായി ചിത്രീകരിക്കും. ഇനി രാഘവന്റെ ശരീരത്തിൽ ചൂടുള്ള അല്ലെങ്കിൽ തീവ്രമായ തണുത്ത എന്തെങ്കിലും സാന്നിധ്യമുണ്ടെങ്കിൽ അത് ഇൻഫ്രാറെഡ് ഫോട്ടോഗ്രാഫിയിൽ തെളിയും. പ്രശാന്ത് രാഘവന്റെ മൃതദേഹം പൂർണ്ണമായി ഇൻഫ്രാറെഡ് ഫോട്ടോ എടുക്കാൻ തുടങ്ങി. ഇത്തവണ അയാൾ ഫ്ലാഷ് ഉപയോഗിച്ചില്ല. പകരം ക്യാമറയുടെ സെൻസിറ്റിവിറ്റി അഥവാ ISO പരമാവധി കൂട്ടിവെച്ചു. മുറിയിൽ അടുപ്പിച്ചുള്ള ക്ലിക്ക് ശബ്ദങ്ങൾ മുഴങ്ങി. അവൻ ചിത്രങ്ങൾ നോക്കി. എല്ലാം ചുവപ്പ്, ഓറഞ്ച്, കറുപ്പ് നിറങ്ങൾ കലർന്ന ഭീകരമായ രൂപങ്ങളായിരുന്നു. ഇൻഫ്രാറെഡിൽ രാഘവന്റെ ശരീരം അതിന്റെ താപനില കാരണം തീവ്രമായ ചുവപ്പ് നിറത്തിൽ തിളങ്ങി. മുറിയുടെ ചുവരുകളും തറയും തണുപ്പ് കാരണം കറുത്തും നീലിച്ചുമിരുന്നു. പക്ഷേ രാഘവന്റെ വയറിന് മുകളിലായി, ചുവന്ന തിളക്കമുള്ള ശരീരത്തിനു മുകളിൽ, മനുഷ്യന്റെ താപനിലയില്ലാത്ത ഒരൊറ്റ ബിന്ദു കറുപ്പ് നിറത്തിൽ തണുത്തുറഞ്ഞതായി രേഖപ്പെടുത്തിയിരിക്കുന്നു. കൃത്യം രാഘവന്റെ നെഞ്ചിൽ. അതൊരു അദൃശ്യമായ വസ്തുവോ ഊർജമോ ആകാം. ആ ഊർജമാണ് രാഘവന്റെ ശരീരത്തെ അമർത്തിയത്, ശ്വാസം മുട്ടിച്ചത്. ആ ഊർജത്തിന് ഒരു കൈപ്പത്തിയുടെ രൂപമുണ്ട്. പ്രശാന്ത് ക്യാമറ വിനോദിന് നേരെ തിരിച്ചു. വിനോദ്, ആരെങ്കിലും ഈ വീട്ടിൽ നിന്ന് പുറത്തു പോയിട്ടുണ്ടോ? ഇല്ല പ്രശാന്ത്, ഞങ്ങൾ മൃതദേഹം കണ്ട ശേഷം ഈ മുറി സീൽ ചെയ്തു. ഞാൻ പുറത്തേക്ക് ആരെയും വിട്ടിട്ടില്ല, വിനോദ് പറഞ്ഞു. നമുക്ക് ഈ ബംഗ്ലാവ് മുഴുവൻ പരിശോധിക്കണം. കേസിന്റെ സ്വഭാവം മാറിയിരിക്കുന്നു. ഇയാൾ ആക്രമിക്കപ്പെട്ടതാണ്. പക്ഷെ എങ്ങനെയെന്ന് കണ്ടെത്തണം. ഈ നഖം, ഈ മുടിയിഴ, ഇത് രാഘവനെ കൊന്നയാളുടെയാണ്. അയാൾ ഈ ബംഗ്ലാവിൽ എവിടെയെങ്കിലും ഒളിച്ചിരിപ്പുണ്ടാകാം. ഇനി അഥവാ പുറത്തു പോയിട്ടുണ്ടെങ്കിൽ അവന്റെ യാത്രയുടെ വഴികൾ നമുക്ക് രേഖപ്പെടുത്തണം. പ്രശാന്ത് മനഃപൂർവ്വം കൊലപാതകി എന്ന് ഊന്നി പറഞ്ഞു. അമാനുഷികം എന്ന വാക്കുപയോഗിച്ചാൽ വിനോദ് പരിഭ്രമിക്കും. പ്രശാന്തിന്റെ ശാസ്ത്രീയമായ സമീപനം വിനോദിൽ അല്പം ധൈര്യം നൽകി. ശരി പ്രശാന്ത്, നമുക്ക് പോകാം. പക്ഷെ ലൈറ്റ് കുറവാണ്, വിനോദ് പറഞ്ഞു. ലൈറ്റ് വേണ്ട, ഈ ക്യാമറ ഇരുട്ടിലും കാണും, പ്രശാന്ത് ഉറപ്പിച്ചു പറഞ്ഞു. അവന്റെ ലക്ഷ്യം കൊലയാളിയെ കണ്ടെത്തുക എന്നതായിരുന്നില്ല, മറിച്ച് ക്യാമറയിൽ തെളിയുന്ന സത്യം എവിടെ നിന്നാണ് വരുന്നതെന്ന് കണ്ടെത്തുകയായിരുന്നു. രാഘവന്റെ മുറി പൂട്ടി സീൽ ചെയ്ത ശേഷം പ്രശാന്തും വിനോദും ഹെഡ് കോൺസ്റ്റബിളും ബംഗ്ലാവിന്റെ മുൻവശത്തേക്ക് നടന്നു. പടുകൂറ്റൻ വാതിൽ കടന്ന് അവർ ഹാളിലേക്ക് പ്രവേശിച്ചു. അകത്തെ ഹാളിന്റെ വലിപ്പം കണ്ടാൽ അതൊരു സാധാരണ ബംഗ്ലാവല്ലെന്ന് മനസ്സിലാകും. തണുത്തുറഞ്ഞ ഗ്രാനൈറ്റ് തറ, ഉയരം കൂടിയ മേൽക്കൂര, അവിടെയെല്ലാം തൂങ്ങിക്കിടക്കുന്ന പൊടി പിടിച്ച ആധുനികമല്ലാത്ത വിളക്കുകൾ, മധ്യത്തിൽ വൃത്തിയായി മൂടിയിട്ടിരുന്ന ഒരു കൂട്ടം ഫർണിച്ചറുകൾ. ഹാളിൽ 2 നിലകളുണ്ട്. മുകളിലേക്ക് കയറാൻ മരം കൊണ്ടുള്ള കൊത്തുപണികളോടുകൂടിയ വലിയ കോണിപ്പടി. ആ കോണിപ്പടിയിലേക്ക് നോക്കുമ്പോൾ തന്നെ പ്രശാന്തിന്റെ ക്യാമറയുടെ ഓട്ടോ ഫോക്കസ് ലൈറ്റ് കോണിപ്പടിയുടെ മധ്യത്തിലായി കൃത്യം ഒരു പടിക്ക് മുകളിൽ മിന്നിത്തെളിഞ്ഞു. അവിടെ ഒരു കുഞ്ഞുപോലുമില്ല, വെറും വായു മാത്രം. പ്രശാന്ത് ഒരു നിമിഷം കണ്ണുകൾ അടച്ചു. തന്റെ മനസ്സ് തന്നെ ചതിക്കുകയാണോ, അതോ താൻ കണ്ട ദൃശ്യങ്ങൾ യാഥാർത്ഥ്യമാണോ? അയാൾ ക്യാമറ കോണിപ്പടി ലക്ഷ്യമാക്കി വെച്ചു. എന്നിട്ട് മാനുവൽ ഫോക്കസ് മോഡിലിട്ടു. ഓട്ടോ ഫോക്കസ് ശ്രദ്ധിച്ച സ്ഥാനം അയാൾ മനസ്സുകൊണ്ട് അടയാളപ്പെടുത്തി ക്യാമറയുടെ ഫോക്കസ് റിംഗ് തിരിച്ചു. ഡിജിറ്റൽ ക്യാമറകൾ ഫോക്കസ് ചെയ്യുമ്പോൾ തിരഞ്ഞെടുത്ത പോയിന്റ് വ്യക്തമായി കാണിക്കുന്ന ഒരു ഡിസ്പ്ലേ കാണിക്കും. പ്രശാന്ത് ഞെട്ടലോടെ തിരിച്ചറിഞ്ഞു. മാനുവൽ ഫോക്കസിൽ ആ വായുവിലെ ബിന്ദു കൃത്യമായി ഇൻഫോക്കസ് ആകുന്നു. അതായത് വായുവിൽ തീർച്ചയായും ഒരു വസ്തുവുണ്ട്, പക്ഷേ അത് പ്രകാശത്തെ പ്രതിഫലിപ്പിക്കുന്നില്ല എന്ന് മാത്രം. ഒരു ശാസ്ത്രീയ വിശദീകരണത്തിനും വഴങ്ങാത്ത പ്രതിഭാസമായിരുന്നു അത്. ആ ബംഗ്ലാവിലെ ഭൗതിക ലോകം താൻ വിശ്വസിച്ചിരുന്ന ശാസ്ത്രത്തെയും നിയമങ്ങളെയും തകർക്കുന്നതായി പ്രശാന്തിന് തോന്നി. വിനോദ്,
നമുക്ക് മുകളിലേക്ക് പോകണം, പ്രശാന്ത് പറഞ്ഞു. അവന്റെ ശബ്ദം വിറച്ചിരുന്നു. കോണിപ്പടി കയറുമ്പോൾ ഓരോ മരപ്പടിയും വിചിത്രമായ ഒച്ചകളുണ്ടാക്കി. തണുത്ത പഴകിയ മരത്തിന്റെ ഗന്ധം കൂടുതൽ കടുപ്പമായി. മുകളിലെ ഹാളിൽ കൂടുതൽ മുറികളുണ്ടായിരുന്നു. പ്രശാന്ത് ഓരോ മുറിയുടെയും വാതിൽ ശ്രദ്ധയോടെ പരിശോധിച്ചു. അങ്ങനെ ബംഗ്ലാവിന്റെ ഏറ്റവും കിഴക്കേ അറ്റത്തുള്ള മുറിയുടെ അടുത്തെത്തി. വാതിലിൽ ലൈബ്രറി എന്ന് കൊത്തിവെച്ചിരുന്നു. വാതിൽ തുറന്നു. പുസ്തകങ്ങളുടെയും പഴകിയ കടലാസുകളുടെയും ഗന്ധം. നൂറുകണക്കിന് പുസ്തകങ്ങൾ അലമാരകളിൽ അടുക്കി വെച്ചിരുന്നു. ആ മുറിയുടെ ഒരറ്റത്ത് ഒരു വലിയ മേശയും കസാരയും ഉണ്ടായിരുന്നു. മേശയുടെ മുകളിൽ തുറന്നു വെച്ച ഒരു ഡയറി. പ്രശാന്ത് വേഗം മേശയുടെ അടുത്തെത്തി. ഡയറിയിൽ പകുതി വായിച്ച ഒരു താളിൽ കൈതമുക്ക് എസ്റ്റേറ്റിന്റെ ഉടമസ്ഥനെ കുറിച്ചുള്ള കുറിപ്പുകൾ ഉണ്ടായിരുന്നു. അമ്മൻകാട്ടിലൂടെയുള്ള ഒറ്റയടിപ്പാത അടച്ചു. കുട്ടികൾ ആ വഴി ഉപയോഗിക്കരുത്. പടിഞ്ഞാറ് ഭാഗത്ത് കാണുന്ന ആ രൂപം രാഘവനെ ഭയപ്പെടുത്തുന്നു. ഇവിടെ എന്തോ ഉണ്ട്. അത് ഇവിടെ നിന്നും പോയിട്ടില്ല. നഖങ്ങൾ നീളമുള്ളതായിരുന്നു. കൈപ്പത്തിക്ക് സാധാരണ മനുഷ്യന്റേതിനേക്കാൾ വലുപ്പമുണ്ട്. അത് രാത്രികാലങ്ങളിൽ കാത്തിരിക്കുന്നു. കുറിപ്പുകൾ അവിടെ അവസാനിച്ചിരുന്നു. രാഘവൻ എഴുതിയ ഡയറി ആയിരുന്നില്ല അത്. കൈയക്ഷരം തീർത്തും വ്യത്യസ്തമാണ്. അത് രാഘവന്റെ തൊട്ടു മുമ്പുള്ള കാര്യസ്ഥനോ അല്ലെങ്കിൽ എസ്റ്റേറ്റിന്റെ പഴയ ഉടമസ്ഥനോ ആകാം. പ്രശാന്ത്, ഇത് പഴയ ഉടമസ്ഥൻ രാമകൃഷ്ണൻ എഴുതിയ ഡയറി ആവാം. അയാൾക്ക് അല്പം മനോരോഗമുണ്ടായിരുന്നു എന്നാണ് ആളുകൾ പറയുന്നത്, വിനോദ് പറഞ്ഞു. പ്രശാന്ത് അതിനോട് പ്രതികരിച്ചില്ല. അവന്റെ ശ്രദ്ധ ഡയറിയിലെ നഖങ്ങൾ നീളമുള്ളതായിരുന്നു എന്ന വാചകത്തിലായിരുന്നു. രാഘവന്റെ കയ്യിൽ നിന്ന് കിട്ടിയ നഖം അതിന്റെ ഉടമസ്ഥനെ കുറിച്ചുള്ള സൂചനയാണിത്. രാമകൃഷ്ണൻ ഭ്രാന്തനായിരുന്നുവെങ്കിൽ പോലും അയാൾ കണ്ടത് തന്റെ ക്യാമറ കണ്ട അതേ രൂപത്തെയാകാമെന്ന് പ്രശാന്തിന് തോന്നി. പ്രശാന്ത് ഡയറിയുടെ ചിത്രമെടുത്തു. അതിനുശേഷം മുറിയിലുണ്ടായിരുന്ന പുസ്തകങ്ങളുടെ അലമാരകൾക്ക് ഇടയിലേക്ക് നടന്നു. അവിടെ പുസ്തകങ്ങൾക്കിടയിൽ ഒരാൾക്ക് മാത്രം ഒളിച്ചിരിക്കാൻ കഴിയുന്ന ഒരു ഇടുങ്ങിയ വിടവ്. പ്രശാന്ത് അവിടെ ക്യാമറയുടെ ലൈറ്റ് തെളിച്ചു. ഒന്നുമില്ല, പക്ഷെ വായു അവിടെ കട്ടിയുള്ളതായിരുന്നു. അയാൾ ക്യാമറയുടെ ലെൻസ് ആ വിടവിലേക്ക് വെച്ചു. സാധാരണ മോഡിൽ ഒരു ഷോട്ട് എടുത്തു. വീണ്ടും ഒരു ക്ലിക്ക് ശബ്ദം. ചിത്രം വ്യക്തമാണ്. പൊടിപടലങ്ങൾ, പഴയ പുസ്തകങ്ങളുടെ ബൈൻഡിങ്ങുകൾ. പെട്ടെന്ന് ക്യാമറയുടെ ഡിസ്പ്ലേയിൽ അയാൾ അവിശ്വസനീയമായ ഒരു മുന്നറിയിപ്പ് കണ്ടു. എറർ, ലെൻസ് കമ്മ്യൂണിക്കേഷൻ ഫെയിൽഡ്, ഒബ്ജക്റ്റ് ടു ക്ലോസ്. ഒബ്ജക്റ്റ് ടു ക്ലോസ്? പ്രശാന്തിന്റെ നെറ്റിയിൽ ചുളിവുകൾ വീണു. ഒരടി അകലെയായിരിക്കും ഒരു വസ്തുവെങ്കിൽ മാത്രമേ ഈ മുന്നറിയിപ്പ് വരികയുള്ളൂ. പക്ഷെ അവിടെ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. പ്രശാന്ത് പരിഭ്രാന്തനായി. ആ വിടവ് യഥാർത്ഥത്തിൽ ഒരു വാതിലായിരുന്നു. മറ്റെന്തോ ഒന്നിന്റെ വാതിൽ. എന്താ പ്രശാന്ത്? വിനോദ് പരിഭ്രാന്തനായി ചോദിച്ചു. ഒന്നുമില്ല, ലെൻസിന് ഒരു കമ്മ്യൂണിക്കേഷൻ എറർ. പഴയ ക്യാമറയല്ലേ? പ്രശാന്ത് ഒരു നുണ പറഞ്ഞു. പക്ഷെ അവന്റെ നെഞ്ചെടുപ്പ് ചെണ്ട കൊട്ടുന്നത് പോലെയായിരുന്നു. പ്രശാന്ത് മനഃപൂർവ്വം ക്യാമറ ലെൻസ് മാറ്റി ഏറ്റവും ചെറിയ ഫ്ലാറ്റ് 50mm ലെൻസ് ഘടിപ്പിച്ചു. എന്നിട്ട് ആ വിടവിന് നേരെ പിടിച്ചു. ഇത്തവണ അയാൾ ക്യാമറയുടെ ബോഡിയിൽ തന്നെ നോക്കി ഷട്ടർ അമർത്തി. അപ്പോൾ പതിഞ്ഞ ആ ചിത്രത്തിൽ പുസ്തകങ്ങളുടെ വിടവിന് പിന്നിലായി കറുത്ത തുണി കൊണ്ട് മറച്ചതുപോലെയുള്ള ഒരവ്യക്ത രൂപം കണ്ടു. അത് പ്രകാശത്തിന്റെ തടസ്സം അഥവാ ഒബ്സ്ട്രക്ഷൻ ഓഫ് ലൈറ്റ് ആയിരുന്നു. അത് പ്രകാശത്തെ വലിച്ചെടുക്കുന്നു. അതുകൊണ്ട് തന്നെ നഗ്നനേത്രങ്ങൾ കൊണ്ട് അതിനെ കാണാൻ കഴിയുന്നില്ല. പക്ഷെ ക്യാമറയുടെ അതിതീവ്രമായ സെൻസർ ആ വിടവിൽ നിന്നും പ്രകാശം പുറത്തേക്ക് വരുന്നില്ല എന്ന് രേഖപ്പെടുത്തി. പ്രശാന്ത് വിനോദിനെ വിളിച്ചു. വിനോദ്, ഈ അലമാരയ്ക്ക് പുറകിൽ എന്താണെന്ന് നോക്കണം. എന്തോ ഒന്ന് ഒളിപ്പിച്ചു വെച്ചതായി തോന്നുന്നു. വിനോദും കോൺസ്റ്റബിളും അലമാര ശ്രദ്ധയോടെ മാറ്റി. ചുമരിൽ ഒരു പഴയ കാലത്തെ ചുമർ ചിത്രം. അതിൽ കട്ടിയുള്ള എണ്ണച്ചായം പൂശിയിരിക്കുന്നു. അവർ ആ ചുമർ ചിത്രം എടുത്തു മാറ്റി. ചിത്രത്തിനു പിന്നിലായി ആ ചുമരിൽ ഒരു ചെറിയ തടിവാതിൽ. വളരെ പഴയതും പൂട്ട് തകർന്ന് അകത്തേക്ക് അല്പം തുറന്നതുമായ ഒരു വാതിൽ. പ്രശാന്തിന്റെ ഉള്ളിൽ ഭയം കൂടിക്കുഴഞ്ഞു. ഈ വാതിൽ എങ്ങോട്ടാണ് പോകുന്നത്? രാഘവൻ മരിച്ച മുറിയും ഈ ലൈബ്രറിയും കിഴക്ക് പടിഞ്ഞാറ് അറ്റങ്ങളിലാണ്. ഈ വാതിൽ ബംഗ്ലാവിന്റെ ഏറ്റവും പുറകിലുള്ള രഹസ്യഭാഗത്തേക്കായിരിക്കാം. ഞാൻ ലൈറ്റ് അടിക്കാം. വിനോദ് ടോർച്ച് എടുത്തു. വേണ്ട വിനോദ്, നിങ്ങൾ ഇവിടെ നിൽക്കുക. ഞാൻ ഇത് ചെയ്തോളാം. ഞാൻ ഫോട്ടോ എടുത്ത ശേഷം നിങ്ങൾ അകത്തേക്ക് വരിക, പ്രശാന്ത് പറഞ്ഞു. അവന്റെ ഉദ്ദേശം വ്യക്തമായിരുന്നു. ഈ നിമിഷം തന്റെ ക്യാമറ ഈ വാതിൽ എങ്ങോട്ട് നയിക്കുമെന്ന് കണ്ടെത്തണം. പ്രശാന്ത് തന്റെ ഫോറൻസിക് ടോർച്ച് എടുത്ത് ആ വാതിലിലൂടെ അകത്തേക്ക് പ്രകാശമടിച്ചു. അതൊരു ചെറിയ ഇരുട്ട് നിറഞ്ഞ ഇടനാഴിയായിരുന്നു. അങ്ങേയറ്റത്ത് ഒരു വലിയ ഇരുമ്പ് കതക്. പ്രശാന്ത് ആ ഇടനാഴി ലക്ഷ്യമാക്കി തന്റെ വിശ്വസ്തനായ നിക്കോൺ D850 ക്യാമറ ഉയർത്തി. അതിന്റെ ISO പരമാവധി 25,600 ഉയർത്തി. ഫ്ലാഷ് വേണ്ട. ഒരു ക്ലിക്ക് ശബ്ദം. ഇടനാഴിയുടെ മങ്ങിയ ചിത്രം സ്ക്രീനിൽ തെളിഞ്ഞു. 100 വർഷം പഴക്കമുള്ള പൊടി. ചുമരുകളിൽ എങ്ങോ പതിഞ്ഞ നീണ്ട നഖങ്ങളുടെ പോറലുകൾ. രണ്ടാമത്തെ ക്ലിക്ക്. ആ ഇരുമ്പ് കതകിന്റെ ക്ലോസപ്പ്. കതകിൽ എന്തോ ഒരു ചിഹ്നം കൊത്തിവെച്ചിരിക്കുന്നു. ഒരു വൃത്തത്തിൽ തലകീഴായിട്ടുള്ള ഒരു മനുഷ്യരൂപം.
അത് വളരെ പഴയതും തകർക്കപ്പെട്ടതുമായിരുന്നു. മൂന്നാമത്തെ ക്ലിക്ക്. ഇത്തവണ പ്രശാന്ത് തന്റെ മനസ്സിന്റെ എല്ലാ ശക്തിയും ഉപയോഗിച്ച് ആ ഇടനാഴിയിൽ ഫോക്കസ് ചെയ്ത വായുവിലെ അദൃശ്യമായ വസ്തുവിനെ ലക്ഷ്യമാക്കി ഷട്ടർ അമർത്തി. സ്ക്രീനിൽ തെളിഞ്ഞ ചിത്രം കണ്ട് പ്രശാന്ത് നിലവിളിച്ചില്ല എന്ന് മാത്രം. പക്ഷെ അവന്റെ കൈകൾ വിറച്ചുപോയി. ഒരു ഭീകരമായ സത്യം അവന്റെ ക്യാമറ അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. ആ ചിത്രത്തിൽ ഇരുമ്പ് കതകിന് തൊട്ടുമുന്നിലായി നിലത്തുനിന്ന് ഒരടി ഉയരത്തിൽ ഒരു കറുത്ത രൂപം നിഴൽ പോലെ നിൽക്കുന്നു. അതൊരു മുട്ടുകുത്തി നിൽക്കുന്ന മനുഷ്യന്റെ രൂപമായിരുന്നു. എന്നാൽ ആ രൂപത്തിന് കൈകാലുകളോ തലയോ ഇല്ല. ആ രൂപം കട്ടിയുള്ള കറുപ്പ് നിറമുള്ള ഒരു വസ്ത്രം ധരിച്ചിരുന്നു. പക്ഷെ ആ രൂപത്തിന്റെ ഏറ്റവും ഭീകരമായ ഭാഗം അതായിരുന്നില്ല. ആ കറുത്ത രൂപത്തിന്റെ നെഞ്ചിൽ കൃത്യം ഹൃദയത്തിന്റെ സ്ഥാനത്ത് രക്തം പോയതുപോലെ ചുവന്ന ഒരൊറ്റ വിടവ്. അതൊരു മുറിവായിരുന്നില്ല, മറിച്ച് ഒരു ചുവന്ന കണ്ണായിരുന്നു. പ്രശാന്ത് പേടിച്ച് പിന്നോട്ട് ചുവടുവെച്ചു. വിനോദ്, പുറത്തു പോകാം. അയാളുടെ ശബ്ദം കേട്ട് വിനോദ് ഓടി വന്നു. എന്താ പ്രശാന്ത്, എന്താ കണ്ടത്? പ്രശാന്ത് തളർന്നുപോയിരുന്നു. എങ്കിലും അയാൾ അവസാനമായി അവിടെ ഒരു കാര്യം കൂടി ചെയ്തു. ആ ഇരുണ്ട ഇടനാഴിയിൽ തന്റെ മൊബൈൽ ഫോണിന്റെ ഫ്ലാഷ് ഓൺ ചെയ്ത് അയാൾ വീണ്ടും ക്യാമറയുടെ ലെൻസ് തിരിച്ചു. മൊബൈൽ ഫ്ലാഷിന്റെ വെളിച്ചം കാരണം ആ രൂപം അപ്രത്യക്ഷമായി. പക്ഷെ മൊബൈൽ ഫോണിന്റെ വെളിച്ചം വീണ ആ ചുമരിൽ നേരിയ കറുത്ത മുടിയിഴകൾ ഒട്ടിപ്പിടിച്ചിരിക്കുന്നു. രാഘവന്റെ വായിൽ കണ്ട അതേ കറുത്ത മുടിയിഴകൾ. പ്രശാന്ത് നെഞ്ചിൽ കൈവച്ചു. അയാൾ അവിശ്വസനീയമായ ഒരു സത്യം മനസ്സിലാക്കി. രാഘവനെ കൊന്ന അമാനുഷിക ശക്തി ഈ ഇടനാഴിയിലൂടെയാണ് രാഘവന്റെ മുറിയിലേക്ക് പോയത്. അത് ഈ വാതിൽ കടന്ന് രാഘവനെ കണ്ടെത്തി. അവന്റെ കഴുത്ത് ഞെരിച്ചു. അവന്റെ നെഞ്ചിൽ അമർത്തിപ്പിടിച്ചു. അവന്റെ വായിൽ മുടിയിഴകൾ അവശേഷിപ്പിച്ചു. രാഘവൻ പോരാടിയപ്പോൾ ആ ശക്തിയുടെ നഖം രാഘവന്റെ കയ്യിൽ അവശേഷിച്ചു. ആ ശക്തി ഒരു ഭൗതിക രൂപമല്ല, അത് താപനിലയെ മാറ്റാൻ കഴിവുള്ള പ്രകാശത്തെ വലിച്ചെടുക്കുന്ന ഒരു ഊർജ രൂപമാണ്. പക്ഷെ തന്റെ ക്യാമറയുടെ ലെൻസ് അതിനെ ശരീരമുള്ള ഒരു രൂപമായി കണ്ടു. വിനോദ്, നമുക്ക് ഇയാളുടെ മരണം സ്വാഭാവിക മരണമായി റിപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല. ഇതൊരു കൊലപാതകമാണ്. ബലപ്രയോഗം നടന്നതിന് തെളിവുണ്ട്, പ്രശാന്ത് ഉറയ്ക്കുന്ന സ്വരത്തിൽ പറഞ്ഞു. പ്രശാന്തിന്റെ മുഖത്തെ ഭയം വിനോദിനെ വല്ലാതെ അസ്വസ്ഥനാക്കി. വിനോദ് ആദ്യമായിട്ടായിരുന്നു പ്രശാന്തിനെ അങ്ങനെ കാണുന്നത്. പ്രശാന്ത്, നീ എന്തിനാണ് ഈ പേടിക്കുന്നത്? ഒരു ഭ്രാന്തന്റെ ഡയറിയും ഒരു പഴയ മുറിയും. വിനോദ് സംശയം പ്രകടിപ്പിച്ചു. വിനോദ്, നീ ഈ ബംഗ്ലാവ് പുറത്തുനിന്ന് നോക്കിയപ്പോൾ എന്തു തോന്നി? ഒരുപാട് കാലമായി ആളനക്കമില്ലാതെ കിടന്ന ഒരഴുക്കുകെട്ടിടം. പക്ഷെ ഈ ബംഗ്ലാവിന്റെ തറയിലെ പൊടിയിൽ എവിടെയെങ്കിലും രാഘവൻ ഉപയോഗിച്ച ചെരുപ്പിന്റെയോ ഷൂസിന്റെയോ കാൽപ്പാടുകളുണ്ടോ? പ്രശാന്ത് ചോദിച്ചു. വിനോദ് ഓർത്തെടുത്തു. ഇല്ല, രാഘവൻ ചെരുപ്പ് ഉപയോഗിക്കാറില്ല, ഉറുങ്കാലിൽ നടക്കും. ശരി, പക്ഷേ ഈ മുറിയിലെ പൊടിയിൽ ഈ അലമാരയുടെ പുറകിൽ രാഘവന്റേതല്ലാത്ത ഒരു വലിയ കാൽപ്പാടുണ്ടായിരിക്കണം. ചെരുപ്പില്ലാത്ത നഗ്നമായ കാൽപ്പാട്. പ്രശാന്ത് അവസാനമായി രാഘവന്റെ കിടപ്പുമുറിയുടെ പുറത്ത് വാതിൽക്കൽ നിന്ന് ഒരു ഫോട്ടോ എടുത്തു. അതൊരു ഫുൾ ബോഡി ഷോട്ടായിരുന്നു. ആ ചിത്രത്തിന്റെ അടിയിൽ രാഘവന്റെ കാൽക്കൽ തറയിലെ പൊടിയിൽ മാഞ്ഞതുപോലെ നീളമുള്ള വിരലുകളോടുകൂടിയ ഒരു കാൽപ്പാട് വ്യക്തമായി പതിഞ്ഞിരുന്നു. അത് രാഘവന്റേതല്ല, അതൊരു സാധാരണ മനുഷ്യന്റെയുമല്ല. കാരണം ആ പാദത്തിന് 6 വിരലുകൾ ഉണ്ടായിരുന്നു. പ്രശാന്തിന്റെ ഉള്ളിൽ ഭീകരമായ ഒരു സംശയം ഉണർന്നു. രാഘവൻ മരിച്ച മുറിയിൽ ഇൻഫ്രാറെഡ് ക്യാമറയിൽ കണ്ട കറുത്ത ബിന്ദു, അതായിരുന്നു ഈ രൂപം. പ്രശാന്ത് താൻ കണ്ട ദൃശ്യങ്ങളെക്കുറിച്ച് വിനോദിനോട് ഒന്നും പറഞ്ഞില്ല. പറഞ്ഞാൽ വിനോദ് വിശ്വസിക്കില്ല, ഭ്രാന്താണെന്ന് പറയും. പക്ഷെ അവന്റെ ക്യാമറയിൽ പതിഞ്ഞ സത്യം അവനെ ഉറക്കം കെടുത്താൻ തുടങ്ങിയിരുന്നു. ഈ ബംഗ്ലാവിലെ നിശബ്ദത, രാഘവന്റെ കൊലപാതകത്തിന് സാക്ഷ്യം വഹിച്ച ഈ ക്യാമറ അവനെ ഈ കേസിന്റെ ഇരുണ്ട വഴികളിലൂടെ മുന്നോട്ട് നയിക്കുമെന്ന് അവൻ അറിയാമായിരുന്നു. അവൻ ബംഗ്ലാവിൽ നിന്ന് പുറത്തേക്കിറങ്ങി. വയനാടൻ മഴ ശക്തി പ്രാപിച്ചു. ജീപ്പിൽ കയറി തിരികെ യാത്ര തുടങ്ങുമ്പോൾ പ്രശാന്ത് തന്റെ ക്യാമറ ലെൻസ് തുടച്ചു. പക്ഷെ അവന്റെ മനസ്സിൽ നിന്ന് ആ 6 വിരലുകളുള്ള കാൽപ്പാടും ചുവന്ന ഒറ്റക്കണ്ണുള്ള കറുത്ത രൂപവും മാഞ്ഞില്ല. പ്രശാന്തിനെ കാത്തിരിക്കുന്ന ഭീകരമായ ചോദ്യങ്ങൾ ഇവയായിരുന്നു. ആ 6 വിരലുകളുള്ള കാൽപ്പാട് ആരുടേതാണ്? എന്തുകൊണ്ടാണ് ക്യാമറയുടെ ലെൻസ് നഗ്നനേത്രങ്ങൾക്ക് കാണാത്ത സത്യത്തെ രേഖപ്പെടുത്തുന്നത്? ഡയറിയിലെ നഖം നീണ്ട രൂപം ആരാണ്? എന്തിനാണ് അവർ രാഘവനെ കൊന്നത്? പുലർച്ചെ 3 മണിക്ക് പ്രശാന്ത് കോഴിക്കോടുള്ള തന്റെ ലാബിലെത്തി. അവൻ ഉടൻ തന്നെ രാഘവന്റെ കയ്യിൽ നിന്ന് ലഭിച്ച നഖം, മുടിയിഴ, ബംഗ്ലാവിലെ ഡയറിയിലെ ഭാഗങ്ങൾ, ഒപ്പം ഏറ്റവും പ്രധാനമായി ക്യാമറയിൽ പകർത്തിയ ഇൻഫ്രാറെഡ് ഫോട്ടോയും 6 വിരലുകളുള്ള കാൽപ്പാടിന്റെ ക്ലോസപ്പും പരിശോധനയ്ക്ക് അയച്ചു. 2 ദിവസങ്ങൾക്ക് ശേഷം ലാബിൽ നിന്നും വന്ന റിപ്പോർട്ട് പ്രശാന്തിനെ ശരിക്കും നടുക്കി. നഖത്തിന്റെയും മുടിയിഴയുടെയും ഫോറൻസിക് റിപ്പോർട്ട് ഇപ്രകാരമായിരുന്നു. നഖം DNA പരിശോധനയിൽ ഈ നഖത്തിന്റെ ഘടന മനുഷ്യന്റേതുമായി സാമ്യമുള്ളതാണ്. പക്ഷെ പരിണാമപരമായി ഏറെ പിന്നോട്ടുപോയ ഒരു ജീവിയുടേതുപോലെയാണ്.
നിലവിൽ ഭൂമിയിലുള്ള ഒരു മനുഷ്യന്റെയോ ജീവിയുടെയോ DNA ബാങ്കിൽ ഈ സാമ്പിൾ കണ്ടെത്താനായില്ല. നഖം മുറിക്കാത്തതിന്റെ പഴക്കം ഏകദേശം 40 വർഷത്തോളമുണ്ട്. മുടിയിഴ കട്ടിയേറിയതും പ്രകാശത്തെ പൂർണ്ണമായും വലിച്ചെടുക്കുന്നതുമായ പ്രത്യേകതരം ഘടന. മുടിയിഴയിൽ തണുത്തുറഞ്ഞ അവസ്ഥയിൽ സൂക്ഷിക്കപ്പെട്ട ജലാംശം കണ്ടെത്തിയിരിക്കുന്നു. ഇത് താപനില 0 ഡിഗ്രിയിൽ താഴെ പോയതിന്റെ സൂചനയാണ്. ആ റിപ്പോർട്ടുകൾ പ്രശാന്തിന്റെ ശാസ്ത്രീയ ലോകത്തെ തകർത്തു. ഒരു നാഗരിക മനുഷ്യന്റേതല്ലാത്ത DNA ഘടന, 40 വർഷമായി മുറിക്കാത്ത നഖം, തണുത്തുറഞ്ഞ മുടിയിഴ. അന്ന് രാത്രി പ്രശാന്ത് വീട്ടിൽ ഒറ്റയ്ക്കായിരുന്നു. അവൻ കിടന്ന മുറിയിലെ ജനൽ അടച്ചെങ്കിലും ഒരു വിചിത്രമായ തണുപ്പ് അകത്തേക്ക് ഇഴഞ്ഞു വന്നു. അവൻ ഉറങ്ങാൻ ശ്രമിച്ചു. പെട്ടെന്ന് ബെഡ്റൂമിൽ വെച്ചിരുന്ന നിക്കോൺ 8D50 ക്യാമറയുടെ ലെൻസ് റിംഗ് തന്റെ മുഖത്തേക്ക് തിരിയുന്നതായി അവന് തോന്നി. അതൊരു തോന്നലായിരുന്നില്ല. അവൻ പേടിച്ച് എഴുന്നേറ്റിരുന്നു. ചുമരിൽ ലെൻസ് റിംഗിന്റെ ആകൃതിയിൽ വൃത്താകൃതിയിലുള്ള ഒരു കറുത്ത പാട്. പ്രശാന്ത് മെല്ലെ മൊബൈൽ ഫോൺ എടുത്തു. അവൻ ആ കറുത്ത പാടിലേക്ക് ഫ്ലാഷ് അടിച്ചു. കറുത്ത പാട് അവിടെ നിന്നും മാഞ്ഞുപോയി. പക്ഷേ പ്രശാന്ത് ഞെട്ടലോടെ മൊബൈൽ ഫോണിന്റെ സ്ക്രീനിലേക്ക് നോക്കി. മൊബൈൽ ഫ്ലാഷ് അടിച്ചപ്പോൾ മൊബൈലിന്റെ ക്യാമറ ഓട്ടോമാറ്റിക്കായി ഒരു ചിത്രം എടുത്തിരിക്കുന്നു. ആ ചിത്രത്തിൽ അവൻ ഫ്ലാഷ് അടിച്ച ആ ചുമരിൽ വെറും പൊടിയും ചുമർച്ചായവും മാത്രം. എന്നാൽ മൊബൈൽ ക്യാമറയുടെ എഡ്ജ് ഡിറ്റക്ഷൻ സോഫ്റ്റ്വെയർ ആ കറുത്ത പാടിന്റെ അതിർത്തി രേഖപ്പെടുത്തിയിരുന്നു. ആ വൃത്താകൃതിയുടെ കേന്ദ്രത്തിൽ ഒരു ചെറിയ ചുവന്ന പൊട്ട്. പ്രശാന്ത് ഭയന്നുപോയി. കൈതമുക്ക് എസ്റ്റേറ്റ് ബംഗ്ലാവിലെ കറുത്ത രൂപത്തിന്റെ നെഞ്ചിൽ കണ്ട ഒറ്റക്കണ്ണ്. ആ ശക്തി അവനെ നിരീക്ഷിക്കുന്നു. അവന്റെ വീട്ടിൽ വരെ അതെത്തിച്ചേർന്നിരിക്കുന്നു. അതിനറിയാമായിരുന്നു അവന്റെ ക്യാമറയുടെ ലെൻസ് അതിന്റെ രഹസ്യം ലോകത്തോട് വിളിച്ചു പറയുമെന്ന്. പ്രശാന്ത് കിടക്കയിൽ നിന്ന് എഴുന്നേറ്റ് അവൻ സൂക്ഷിച്ചിരുന്ന നിക്കോൺ ക്യാമറ എടുത്ത് അതിന്റെ ലെൻസ് ഊരിമാറ്റി. ഇനി ഈ ലെൻസ് ഉപയോഗിച്ചുള്ള ഒരു ഫോട്ടോ പോലും എടുക്കില്ലെന്ന് അവൻ പ്രതിജ്ഞയെടുത്തു. ആ ക്യാമറ, അത് അവന്റെ ശത്രുവായി മാറിയിരുന്നു. ആ രാത്രി പ്രശാന്ത് ഉറങ്ങിയില്ല. ഒരു നിമിഷം പോലും കണ്ണടയ്ക്കാൻ അവന്റെ മനസ്സനുവദിച്ചില്ല. ചുമരിലെ കറുത്ത വൃത്താകൃതിയിലുള്ള പാടും അതിന്റെ മധ്യത്തിലെ ചുവന്ന പൊട്ടും മൊബൈൽ ക്യാമറയുടെ എഡ്ജ് ഡിറ്റക്ഷൻ സോഫ്റ്റ്വെയറിൽ ഭീകരമായി തിളങ്ങി നിന്നു. നഗ്നനേത്രങ്ങൾക്ക് കാണാൻ സാധിക്കാത്ത ഒന്നിനെ കേവലം ഒരു ഇലക്ട്രോണിക് സെൻസറും അൽഗോരിതവും ചേർന്ന് രേഖപ്പെടുത്തുന്നു. ആ ശക്തി ഒരു ലെൻസിന്റെ രൂപത്തിൽ പ്രശാന്തിനെ നിരീക്ഷിച്ച് അവന്റെ വീടിന്റെ സുരക്ഷിതത്വം തകർത്തു. അയാൾക്കറിയാമായിരുന്നു ഈ രഹസ്യം ഇനി തന്റെ മനസ്സിൽ ഒതുക്കിവെക്കാൻ സാധ്യമല്ല. താൻ കണ്ടെത്തിയതെല്ലാം ഉന്നത ഉദ്യോഗസ്ഥരെ അറിയിക്കണം. പക്ഷെ എന്താണ് പറയേണ്ടത്? സാർ, മരിച്ച രാഘവന്റെ നെഞ്ചിൽ 6 വിരലുകളുള്ള ഒരു പ്രേതം ഞെക്കിപ്പിടിച്ചതിന്റെ ഫോട്ടോ എന്റെ ക്യാമറയിലുണ്ട്. അതിന്റെ നഖവും മുടിയും ഭൂമിയിലെ ഒരു ജീവിയുടേതുമല്ലെന്ന് ലാബ് റിപ്പോർട്ടുണ്ട്. അത് ആത്മഹത്യാ കേസായി ക്ലോസ് ചെയ്യാൻ കാത്തിരിക്കുന്ന ഒരു പോലീസ് സേനയ്ക്ക് മുന്നിൽ ഒരു ഫോറൻസിക് ഉദ്യോഗസ്ഥൻ പറയേണ്ട വാക്കുകളായിരുന്നില്ല. അത് കേവലം ഒരു മാനസിക വിഭ്രാന്തിയായി കണക്കാക്കി തന്നെ സസ്പെൻഡ് ചെയ്യാൻ സാധ്യതയുണ്ടെന്ന് പ്രശാന്തിന് നന്നായി അറിയാമായിരുന്നു. എങ്കിലും അയാൾ SI വിനോദിനെ വിളിച്ചു. വിനോദ്, എനിക്ക് കുറച്ചുകൂടി കാര്യങ്ങൾ പറയാനുണ്ട്. ഞാൻ അയച്ച ലാബ് റിപ്പോർട്ട് നീ ശ്രദ്ധിച്ചോ? പ്രശാന്ത് ചോദിച്ചു. റിപ്പോർട്ടുകൾ ഞാൻ കണ്ടു. നഖവും മുടിയും അസ്വാഭാവികമാണ്. പക്ഷേ ഇത് ഫോറൻസിക് തെളിവായി കോടതിയിലെടുക്കുമോ? ഇതിനൊരു DNA മാച്ചില്ല. ഒരു മൃഗത്തിന്റെയോ മറ്റോ ആകാം. വിനോദിന്റെ ശബ്ദത്തിൽ അവിശ്വാസത്തിന്റെയും തിരക്കിന്റെയും നേരിയ സ്വരം. എന്തായാലും രാഘവന്റെ കേസ് പ്രാഥമികമായി ആത്മഹത്യാ കേസായി ക്ലോസ് ചെയ്യാൻ ഉത്തരവ് വന്നിട്ടുണ്ട്. ഡ്യൂട്ടി ഡോക്ടറുടെ അഭിപ്രായം ഹൃദയസ്തംഭനമാണ് എന്നാണ്. അത് കേട്ട് പ്രശാന്ത് ഒരു നിമിഷം തകർന്നുപോയി. വിനോദ്, നീ എന്തായി പറയുന്നത്? 6 വിരലുകളുള്ള കാൽപ്പാടിന്റെ ഫോട്ടോ ഞാൻ നിനക്ക് അയച്ചിട്ടുണ്ട്. ഇൻഫ്രാറെഡ് ക്യാമറയിൽ പതിഞ്ഞ ആ കറുത്ത രൂപം, അത് നീ കണ്ടില്ലേ? ഞാൻ കണ്ടു പ്രശാന്ത്. അതൊരു ലൈറ്റിംഗ് എററോ ലെൻസ് ഫ്ലെയറോ ആകാം. എനിക്കറിയാം നീ വളരെ ഷാർപ്പാണ്. പക്ഷെ ചിലപ്പോൾ നമ്മളുടെ കണ്ണും ക്യാമറയും നമ്മളെ ചതിക്കും. നീ ഈ കേസ് മനസ്സിൽ നിന്ന് മാറ്റിവെക്കേ. ഒരാഴ്ച ലീവ് എടുക്ക്. വിനോദ് ഫോൺ കട്ട് ചെയ്യുന്നതിനു മുമ്പ് ഒരു സൗഹൃദപരമായ ഉപദേശം നൽകി. പ്രശാന്ത് ഒറ്റപ്പെട്ടു. തന്റെ കയ്യിലുള്ള തെളിവുകൾ ശാസ്ത്രീയമായി അവിശ്വസനീയമായതിനാൽ അവയെല്ലാം നിയമപരമായി അസാധുവായിരിക്കുന്നു. ഇനി എന്തു ചെയ്യും? ഈ ഭീകരമായ സത്യം ഈ ലോകത്തോട് എങ്ങനെ പറയും? അയാൾ മെല്ലെ തന്റെ ലാപ്ടോപ്പിൽ വയനാടൻ എസ്റ്റേറ്റിൽ നിന്ന് പകർത്തിയ 400ഓളം റോ ഫയലുകൾ തുറന്നു. രാഘവന്റെ മരണം, ലൈബ്രറിയിലെ ഇരുണ്ട വാതിൽ, ചുമരിലെ നഖപ്പാടുകൾ, 6 വിരലുകളുള്ള കാൽപ്പാട്, നെഞ്ചിലെ കൈപ്പത്തിയുടെ അടയാളം, ചുവന്ന ഒറ്റക്കണ്ണുള്ള കറുത്ത രൂപം. ഓരോ ഫോട്ടോയും ഒരു ഭീകരമായ കഥ പറഞ്ഞു. ഈ ഫോട്ടോകൾ നശിപ്പിക്കുക, അതായിരുന്നു പ്രശാന്തിന്റെ ആദ്യത്തെ ചിന്ത. ഈ തെളിവുകൾ നിലനിൽക്കുന്നിടത്തോളം കാലം ആ കറുത്ത ശക്തി തന്നെ പിന്തുടരും. തന്റെയും തന്റെ കുടുംബത്തിന്റെയും സുരക്ഷയ്ക്കായി ഈ സത്യം ഇവിടെ അവസാനിക്കണം. അയാൾ തന്റെ ക്യാമറയിൽ നിന്ന് സാൻഡിസ്ക് എക്സ്ട്രീം പ്രോ മെമ്മറി കാർഡ് ഊരിയെടുത്തു. 128 GB മെമ്മറി കാർഡ്. തന്റെ 20 വർഷത്തെ കരിയറിലെ ഏറ്റവും പ്രധാനപ്പെട്ട തെളിവുകൾ അതിലാണ്. പ്രശാന്ത് ഒരു ചുറ്റികയെടുത്ത് ആ ചെറിയ മെമ്മറി കാർഡിനെ തറയിൽ വെച്ച് അതിന്റെ മധ്യത്തിൽ ശക്തിയായി അടിച്ചു. ആ ചുറ്റികയുടെ ശബ്ദം മുറിയിൽ മുഴങ്ങി.
പ്രശാന്ത് ചുറ്റിക ഉയർത്തി. ഞെട്ടലോടെ അയാൾ കണ്ടു, മെമ്മറി കാർഡിന് ഒരു പോറൽ പോലും ഏറ്റിട്ടില്ല. ചുറ്റികയുടെ ശക്തിയായ അടിയിൽ തറയിൽ ഒരു ചെറിയ വിള്ളലുണ്ടായി. പക്ഷേ മെമ്മറി കാർഡ് തിളക്കത്തോടെ ഒരു പോറൽ പോലുമില്ലാതെ അവിടെ കിടന്നു. പ്രശാന്ത് വീണ്ടും അടിച്ചു. 10 തവണ, 20 തവണ. പക്ഷെ ഒരു കാർഡ്ബോർഡ് പോലെ തകർന്നു പോകേണ്ട ആ ചെറിയ പ്ലാസ്റ്റിക് കവചം ഒരു ലോഹ കവചം പോലെ ശക്തമായിരിക്കുന്നു. ഇതൊരു സാധാരണ മെമ്മറി കാർഡായിരുന്നല്ലോ. താനെപ്പോഴാണ് ഈ കാർഡ് വാങ്ങിയതെന്ന് പ്രശാന്ത് ഓർത്തെടുക്കാൻ ശ്രമിച്ചു. കഴിഞ്ഞ മാസം ഒരു പുതിയ കിറ്റിന്റെ കൂടെ കിട്ടിയതാണ്. പക്ഷെ ഇത് താൻ സാധാരണ ഉപയോഗിക്കുന്ന കമ്പനിയല്ല. പ്രശാന്ത് ഭയത്തോടെ ആ മെമ്മറി കാർഡ് വീണ്ടും ക്യാമറയിലിട്ട ശേഷം ക്യാമറ ഓൺ ചെയ്തു. സ്ക്രീനിൽ താൻ കണ്ട ഭീകരമായ ദൃശ്യങ്ങൾ അതേ വ്യക്തതയോടെ മിന്നി. അയാൾ ഒരു ഡിലീറ്റ് ഓപ്ഷൻ തെരഞ്ഞെടുത്തു. എല്ലാ ചിത്രങ്ങളും ശാശ്വതമായി മായ്ക്കുക. ഇറേസ് ഓൾ ഇമേജസ് പെർമനന്റ്ലി. ക്യാമറയുടെ സ്ക്രീനിൽ ഒരു മുന്നറിയിപ്പ് സന്ദേശം തെളിഞ്ഞു. അലർട്ട്, ഫയൽസ് ആർ റൈറ്റ് പ്രൊട്ടക്റ്റഡ്, ഡിലീറ്റ് ഓപ്പറേഷൻ ഫെയിൽഡ്. റൈറ്റ് പ്രൊട്ടക്റ്റഡ്? പ്രശാന്ത് വീണ്ടും നടുങ്ങി. ഒരു മെമ്മറി കാർഡിന്റെ വശത്തുള്ള ഒരു ചെറിയ സ്വിച്ച് ഉപയോഗിച്ച് മാത്രമേ ഇത് ചെയ്യാൻ സാധിക്കൂ. പ്രശാന്ത് കാർഡ് പുറത്തെടുത്ത് സ്വിച്ച് നോക്കി. സ്വിച്ച് റൈറ്റ് മോഡിലായിരുന്നു. അതായത് കാർഡ് പ്രൊട്ടക്റ്റഡ് അല്ല. എന്നിട്ടും ഫയലുകൾ മായ്ക്കാൻ സാധിക്കുന്നില്ല. പ്രശാന്ത് ഒരു ഭീകരമായ സത്യത്തിലേക്ക് ഉണർന്നു. ഈ കാർഡിലെ ചിത്രങ്ങൾ വെറും ഡാറ്റയല്ല. ആ ശക്തി അതിൽ ഒളിച്ചിരിക്കുകയാണ്. ആ ശക്തി തന്റെ ക്യാമറയെയും അതിലെ മെമ്മറി കാർഡിനെയും തന്റെ ഭീകരമായ കഥ രേഖപ്പെടുത്താനും പുറത്തുവിടാനും തന്റെ അടുത്തേക്ക് വരാനുമുള്ള ഒരു മാധ്യമമായി ഉപയോഗിക്കുന്നു. പ്രശാന്ത് ക്യാമറ എടുത്തു. ഇനി അതൊരു ഉപകരണം മാത്രമല്ല, അതൊരു ജീവനുള്ള സാക്ഷിയായിരിക്കുന്നു. അവൻ ഭയത്തോടെ ക്യാമറയുടെ സ്ക്രീനിലേക്ക് നോക്കി. അവസാനമായി എടുത്ത ഫോട്ടോ, അതായത് ചുവന്ന കണ്ണുകളുള്ള കറുത്ത രൂപത്തിന്റേത് സ്ക്രീനിൽ തെളിഞ്ഞു നിന്നു. പെട്ടെന്ന് ആ ചിത്രത്തിൽ ഒരു മാറ്റം. കറുത്ത രൂപത്തിന്റെ ചുവന്ന ഒറ്റക്കണ്ണ് 1 സെക്കൻഡിന്റെ വ്യത്യാസത്തിൽ വലുതായി ചെറുതായി മിന്നി. പ്രശാന്ത് നിലവിളിച്ചുപോയി. അയാൾ ക്യാമറ ദൂരേക്ക് വലിച്ചെറിഞ്ഞു. ഭിത്തിയിലിടിച്ച് അത് തകർന്നു ചിതറി. ലെൻസ് ഇല്ലാത്ത ആ ക്യാമറയുടെ ബോഡി തറയിൽ കിടന്ന് ഒരു ചെറിയ വിചിത്രമായ ശബ്ദം പുറപ്പെടുവിച്ചു. ഒരു നേരിയ മൂളൽ. ആ മൂളലിന് ഒരു തണുത്ത അനുഭവമുണ്ടായിരുന്നു. പ്രശാന്ത് മുറിയിൽ നിന്നും ഇറങ്ങിയോടി. ആ ഓട്ടം അവസാനിച്ചത് SI വിനോദിന്റെ വീടിന് മുന്നിലായിരുന്നു. അവിടെ എത്തി കോളിംഗ് ബെല്ലടിക്കാതെ പ്രശാന്ത് വീടിനകത്തേക്ക് ഓടിക്കയറി. വിനോദ്, എന്റെ വീട്ടിൽ ആ ശക്തി വന്നു. അതെന്റെ ക്യാമറയിൽ ഒളിച്ചിരിക്കുകയായിരുന്നു. അതെന്റെ ഭിത്തിയിലിരുന്ന് എന്നെ നിരീക്ഷിക്കുന്നു. പ്രശാന്ത് വിനോദിന്റെ മുറിയുടെ കതകിൽ ആഞ്ഞടിച്ചു. വിനോദ് വാതിൽ തുറന്നു. പ്രശാന്തിന്റെ കണ്ണുകൾ കലങ്ങിയിരുന്നു. നെഞ്ചിൽ കിതപ്പ്. വിറയ്ക്കുന്ന ശരീരവുമായി നിൽക്കുന്ന പ്രശാന്തിനെ കണ്ട് വിനോദ് പരിഭ്രമിച്ചു. പ്രശാന്ത്, നീ ഒന്ന് ശാന്തനാവണം, എന്നിട്ട് പറ എന്താ കാര്യമെന്ന്. വിനോദ് നൽകിയ വെള്ളം കുടിച്ച ശേഷം പ്രശാന്ത് തന്റെ മൊബൈൽ ഫോണിലെ ചിത്രം വിനോദിനെ കാണിച്ചു. ചുമരിൽ പതിഞ്ഞ ലെൻസ് റിങ്ങിന്റെ ആകൃതിയും അതിന്റെ മധ്യത്തിലെ ചുവന്ന പൊട്ടും. വിനോദ് ആ ചിത്രം കണ്ടു. എന്നിട്ട് ഒരു നിമിഷം ആലോചിച്ചു. പ്രശാന്ത്, ഇത് വെളിച്ചത്തിന്റെ റിഫ്ലക്ഷൻ ആകാം, വെളുത്ത ഭിത്തിയിൽ മനസ്സിന്റെ തോന്നലാകാം. നിനക്ക് നല്ല വിശ്രമം ആവശ്യമാണ്. പ്രശാന്ത് നിരാശനായി. ആരും വിശ്വസിക്കില്ല. ശരി വിനോദ്, എങ്കിലൊരു സഹായം ചെയ്യണം. കൈതമുക്ക് എസ്റ്റേറ്റ് ബംഗ്ലാവിനെ കുറിച്ച് പഴയ ഫയലുകൾ എടുത്തു തരണം. ഒരു 5 വർഷമെങ്കിലും പഴക്കമുള്ള രേഖകൾ. ഈ ബംഗ്ലാവ് എന്തിനാണ് പൂട്ടിയതെന്നോ പഴയ ഉടമസ്ഥൻ രാമകൃഷ്ണൻ എന്തിനാണ് നാടുവിട്ടതെന്നോ എനിക്കറിയണം. പ്രശാന്തിന്റെ ആവശ്യം ന്യായമായിരുന്നു. കേസിന്റെ ഭാഗമായി ഫയലുകൾ പരിശോധിക്കുന്നത് തെറ്റല്ല. വിനോദ് സമ്മതിച്ചു. അടുത്ത ദിവസം രാവിലെ പ്രശാന്തിന്റെ മേശപ്പുറത്ത് കൈതമുക്ക് എസ്റ്റേറ്റ് ബംഗ്ലാവിന്റെ പഴക്കം ചെന്ന പോലീസ് ഫയലുകൾ ഉണ്ടായിരുന്നു. 1895 ഒരു കേസ് ഫയലായിരുന്നു അതിൽ ഏറ്റവും പ്രധാനം. കേസ് ഫയൽ നമ്പർ 145/1985. അസ്വാഭാവിക മരണം. രാഘവന്റെ മരണത്തിന് 40 വർഷം മുമ്പ് 1895 ഇതേ ബംഗ്ലാവിൽ മറ്റൊരു കാര്യസ്ഥൻ മരിച്ചിരിക്കുന്നു. അദ്ദേഹത്തിന്റെ പേര് കരുണാകരൻ. കരുണാകരന്റെ മരണത്തിന് കാരണം ഹൃദയാഘാതമായിരുന്നു എന്നായിരുന്നു രേഖപ്പെടുത്തിയിരുന്നത്. എന്നാൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന്റെ ഒരു പഴയ കോപ്പി പ്രശാന്ത് ശ്രദ്ധിച്ചു. അതിൽ ഒരു നേരിയ കുറിപ്പുണ്ടായിരുന്നു. മൃതദേഹത്തിന്റെ നെഞ്ചിൽ താപരഹിതമായ ഒരു മർദ്ദം. എ പ്രഷർ മാർക്ക് വിത്തൌട്ട് തെർമൽ റെസിഡ്യൂ രേഖപ്പെടുത്തിയിരിക്കുന്നു. കഴുത്തിൽ നേരിയ ചതവുകൾ. കൈപ്പത്തിയിൽ ആക്രമിച്ചയാളുടെ നഖത്തിന്റെ നേരിയ അംശം. പ്രശാന്ത് നെഞ്ചിൽ കൈവച്ചു. ഇത് 40 വർഷം മുമ്പ് സംഭവിച്ച അതേ കൊലപാതകമാണ്. രാഘവൻ മരിച്ച അതേ രീതിയിൽ, അതേ അടയാളങ്ങളോടെ, അതേ ബംഗ്ലാവിൽ. കരുണാകരന്റെ കയ്യിൽ നിന്ന് കിട്ടിയ നഖത്തിന്റെ അംശം അന്ന് ലാബിൽ അയച്ചിരുന്നുവെങ്കിലും അതിന്റെ ഘടന ശാസ്ത്രീയമായി വിശദീകരിക്കാൻ കഴിഞ്ഞില്ലെന്ന് ഫയലിൽ രേഖപ്പെടുത്തിയിരുന്നു. പ്രശാന്തിന്റെ ലാബ് റിപ്പോർട്ടിലെ പരിണാമപരമായി പിന്നോട്ടുപോയ ജീവി എന്നതിന്റെ 40 വർഷം മുമ്പുള്ള ആവർത്തനം. ഫയലിലെ അവസാന താളിൽ ഒരു കൈയക്ഷരം ശ്രദ്ധിച്ചു. അത് രാമകൃഷ്ണൻ എഴുതിയ ഡയറിയിലെ കൈയക്ഷരമായിരുന്നില്ല. വളരെ മനോഹരമായ ഒരൊറ്റ വാചകം. അവൾ കാത്തിരിക്കുന്നു.
അവളുടെ 6 പാദങ്ങൾ ഉറങ്ങുന്നവർക്ക് വേണ്ടി. പ്രശാന്ത് വിറച്ചുപോയി. 6 പാദങ്ങൾ, തന്റെ ക്യാമറ കണ്ട 6 വിരലുകളുള്ള കാൽപ്പാട്. ഇതൊരു കൊലയാളിയല്ല, ഇതൊരു ശാപമാണ്. ഈ ബംഗ്ലാവിന്റെ ചരിത്രത്തിൽ ആവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഭീകര സത്യം. പ്രശാന്ത് അവസാനമായി പേപ്പർ എടുത്തു. അത് 1895 ഈ കേസ് അന്വേഷിച്ച പോലീസുകാരൻ രാമകൃഷ്ണന്റെ സഹായത്തോടെ ഉണ്ടാക്കിയ ഒരു രേഖാചിത്രമായിരുന്നു. കരുണാകരൻ മരിച്ച മുറി. ആ രേഖാചിത്രത്തിൽ കരുണാകരന്റെ മൃതദേഹം കിടന്ന തറയുടെ അതേ സ്ഥാനത്തായി തറയിൽ ഒരു കുഴി വരച്ച് അതിന് താഴെ എഴുതിയിരിക്കുന്നു, കുഴിച്ചിട്ടത് വിരലുകളില്ലാത്ത ശരീരം. പ്രശാന്ത് തകർന്നുപോയി. വയനാട്ടിലെ ആ ബംഗ്ലാവ് വെറുമൊരു സ്ഥലമല്ല, അതൊരു കെണിയാണ്. ആ ഭീകരരൂപം രാഘവന്റെ മുറിയിൽ തറയിൽ കുഴിച്ചിട്ട നിലയിൽ 40 വർഷമായി കാത്തിരിക്കുകയായിരുന്നു. തന്റെ ക്യാമറ ആ കുഴിച്ചിട്ട സത്യത്തെയാണ് പുറത്തെടുത്തത്. ഇനി താൻ ഒറ്റയ്ക്കല്ല, താനും ഈ ശാപത്തിന്റെ ഭാഗമാണ്. രാഘവനെ കൊന്ന അതേ മുറിയിൽ 40 വർഷം മുമ്പ് മരിച്ച കരുണാകരന്റെ മൃതദേഹം കിടന്ന അതേ തറയിൽ ഒരു വിരലുകളില്ലാത്ത ശരീരം കുഴിച്ചിട്ടിരിക്കുന്നു. ആ രൂപമാണ് ഇപ്പോൾ ക്യാമറയിൽ ചുവന്ന ഒറ്റക്കണ്ണോടെ തെളിയുന്നത്. തന്റെ തകർന്ന ക്യാമറയെടുത്ത് പ്രശാന്ത് ലാബ് വിട്ടു. വയനാട്ടിലെ കൈതമുക്ക് എസ്റ്റേറ്റിലേക്ക് മടങ്ങിപ്പോകാൻ അവൻ തീരുമാനിച്ചു. ഇനിയുള്ള ഒരൊറ്റ ലക്ഷ്യം ആ ഇരുണ്ട വാതിൽ തുറക്കുക, 6 പാദങ്ങളുടെ സത്യം കണ്ടെത്തുക. അവൻ പോകുന്നതിനു മുമ്പ് തന്റെ ലാബിലെ കമ്പ്യൂട്ടറിൽ താൻ ക്യാമറയിൽ പകർത്തിയ ചുവന്ന കണ്ണുള്ള കറുത്ത രൂപത്തിന്റെ ചിത്രം ഡെസ്ക്ടോപ്പ് വാൾപേപ്പറാക്കി വെച്ചു. ഒരു മുന്നറിയിപ്പ് പോലെ. ആ ചിത്രം ഇപ്പോഴവനെ ഭയപ്പെടുത്തിയില്ല. ഉള്ളിൽ അവനറിയാമായിരുന്നു, ആ ശക്തിക്ക് തന്നോടാണ് സംസാരിക്കേണ്ടതെന്ന്. പ്രശാന്തിന്റെ കയ്യിൽ ആയുധങ്ങളോ പോലീസിന്റെ പിന്തുണയോ ഉണ്ടായിരുന്നില്ല. ഉണ്ടായിരുന്നത് ഒരൊറ്റ സത്യം മാത്രം. 40 വർഷം മുമ്പുള്ള ഫയലിൽ വായിച്ച വിരലുകളില്ലാത്ത ശരീരം, അതിനോട് ചേർന്ന് കണ്ടെത്തിയ 6 വിരലുകളുള്ള കാൽപ്പാട്, താൻ തകർത്ത ലെൻസില്ലാത്ത നിക്കോൺ ക്യാമറ. ആ ക്യാമറയുടെ സെൻസറിന് നഗ്നനേത്രങ്ങൾക്ക് കാണാത്ത ഊർജ്ജരൂപങ്ങളെ രേഖപ്പെടുത്താൻ കഴിയുമെന്ന് പ്രശാന്തിന് ഉറപ്പായിരുന്നു. സന്ധ്യ മയങ്ങി. കൈതമുക്ക് എസ്റ്റേറ്റ് ബംഗ്ലാവ് ഒരു കറുത്ത തുണി കൊണ്ട് മൂടിയതുപോലെ നിന്നു. ലൈബ്രറി മുറിയിൽ പ്രവേശിച്ചപ്പോൾ ആ നേരിയ മൂളൽ ശബ്ദം പ്രശാന്തിന്റെ കാതുകളിൽ തുളച്ചുകയറി. അസ്ഥികളെ മരവിപ്പിക്കുന്ന തണുപ്പ്. അയാൾ അലമാര നീക്കി ഇരുണ്ട ഇടനാഴിയിലേക്ക് പ്രവേശിച്ചു. ടോർച്ചിന്റെ വെളിച്ചം ചുമരിൽ തട്ടിമാറി. ആ ഇടനാഴിയിലെ പൊടിയിൽ 6 വിരലുള്ള കാൽപ്പാടുകൾ മുമ്പത്തെ പോലെ മായാതെ കിടന്നു. ആ കാൽപ്പാടുകൾ പിന്തുടർന്ന് പ്രശാന്ത് ഇരുമ്പ് കതകിന് മുന്നിലെത്തി. തലകീഴായി കൊത്തിവെച്ച മനുഷ്യരൂപം. പ്രശാന്ത് ഒരു നിമിഷം കണ്ണടച്ചു. താൻ കണ്ട കറുത്ത രൂപം ഈ കതകിനോട് ചേർന്ന് കാത്തിരിക്കുന്നുണ്ടാകാം. അയാൾ കയ്യിലിരുന്ന ഇരുമ്പ് ദണ്ട് ഉപയോഗിച്ച് പഴയ ഇരുമ്പ് കതക് ശ്രദ്ധയോടെ തകർത്തു. കതകിന്റെ താഴെ തകർന്നപ്പോൾ ഉഗ്രമായ ഒരു തണുത്ത കാറ്റ് പുറത്തേക്ക് ആഞ്ഞടിച്ചു. ആ കാറ്റിന് പഴയ മാംസത്തിന്റെയും കട്ട പിടിച്ച ചോരയുടെയും ഗന്ധമായിരുന്നു. പുറകിലേക്ക് ചൂടുവെക്കാതെ പ്രശാന്ത് ടോർച്ച് അകത്തേക്കടിച്ചു. അതൊരു പഴയ നിലവറയായിരുന്നു. തണുത്തുറഞ്ഞ നിലത്ത് എങ്ങും ചിലന്തി വലകൾ. മധ്യത്തിലായി കട്ടിയുള്ള ഒരു ഇരുമ്പ് പെട്ടി. പ്രശാന്ത് ഇരുമ്പ് പെട്ടിക്കരികിലേക്ക് നടന്നു. ആ മുറിയുടെ ഭീകരത ഓരോ നിമിഷവും അയാളുടെ ബോധത്തെ പിടിച്ചുലച്ചു. അവന്റെ കയ്യിലിരുന്ന തകർന്ന ക്യാമറയുടെ സെൻസർ ഇടനാഴിയിലെ കറുത്ത രൂപം തന്റെ തൊട്ടു പിന്നിലുണ്ട് എന്ന് മുന്നറിയിപ്പ് നൽകും പോലെ കയ്യിൽ കിടന്നു വിറച്ചു. പെട്ടെന്ന് മുറിയുടെ ഒരറ്റത്ത് ചുമരിനോട് ചേർന്ന കോണിൽ ഒരു വൃത്തികെട്ട ചിരി കേട്ടു. മനുഷ്യന്റേതല്ലാത്ത ആഴത്തിലുള്ള ഒരു തണുത്ത ചിരി. അവിടെ കട്ടിയുള്ള ഇരുട്ടിൽ ചുമരിൽ നിന്ന് അടർന്നുപോയ പായൽ പിടിച്ച ഒരു വലിയ കണ്ണാടി. 100 വർഷം പഴക്കമുള്ള കണ്ണാടി. ആ കണ്ണാടിയിൽ പ്രശാന്തിന്റെ പിന്നിലായി ആ കറുത്ത രൂപം വ്യക്തമായി പ്രതിഫലിച്ചു. അത് കട്ടിയുള്ള ഒരു നിഴലായിരുന്നില്ല, ഒരു മനുഷ്യന്റെ വലുപ്പത്തിൽ. എന്നാൽ വസ്ത്രങ്ങളെല്ലാം കീറിപ്പറിഞ്ഞ് ശരീരം ഇരുണ്ടുപോയ ഒരു സ്ത്രീ രൂപം. ആ രൂപത്തിന് കൈപ്പത്തികളോ പാദങ്ങളോ ഇല്ലായിരുന്നു. കൈകളുടെ സ്ഥാനത്ത് എല്ലുകൾ മാത്രം പുറത്തേക്ക് തള്ളി നിൽക്കുന്നു. കാലുകൾ മുട്ടിന് താഴെ മുറിച്ചു മാറ്റപ്പെട്ട നിലയിൽ. കണ്ണാടിയിലെ ആ രൂപത്തിന്റെ നെഞ്ചിൽ കൃത്യം ഹൃദയത്തിന്റെ ഭാഗത്ത് തീവ്രമായ ചുവപ്പ് നിറത്തിൽ ചുട്ടുപൊള്ളുന്ന ഒറ്റക്കണ്ണ്. പ്രശാന്ത് വിറച്ചു നിന്നു. നീ ആരാണ്? കണ്ണാടിയിലെ രൂപം ചിരിച്ചു. ആ ചിരിയിൽ മനുഷ്യന്റെ ശബ്ദമുണ്ടായിരുന്നു. എന്നെ മറന്നോ? രാഘവൻ മറന്നു, കരുണാകരനും മറന്നു. നീയാണ് എന്റെ കഥ അവസാനമായി രേഖപ്പെടുത്തുന്നവൻ. പ്രശാന്ത് മനസ്സിലാക്കി, ഇത് ആ പഴയ കാര്യസ്ഥൻ രാമകൃഷ്ണന്റെ ഡയറിയിൽ പറഞ്ഞിരുന്ന ഭ്രാന്തിയായ ഭാര്യയാകാം. 40 വർഷം മുമ്പ് അയാൾ കൈകളും കാലുകളും മുറിച്ചുകൊന്ന് ഈ മുറിയുടെ അടിത്തറയിൽ ആ സ്ത്രീയെ കുഴിച്ചിട്ടിരിക്കുന്നു. ആ സ്ത്രീയുടെ ആത്മാവ്. അയാൾ വേഗം ക്യാമറയെടുത്ത് കണ്ണാടിയിലെ രൂപം ലക്ഷ്യമാക്കി ഷട്ടറമർത്തി. മുറിയിൽ ക്ലിക്ക് ശബ്ദം മുഴങ്ങി. ഫ്ലാഷിന്റെ വെളിച്ചം കണ്ണാടിയിൽ തട്ടിത്തെറിച്ചു. ചിത്രം പകർത്തിയ ഉടൻ ആ രൂപം കണ്ണാടിയിൽ നിന്ന് മാഞ്ഞുപോയി. പ്രശാന്ത് മൊബൈൽ ഫോൺ എടുത്ത് ആ ചിത്രത്തിന്റെ മെറ്റാഡാറ്റ പരിശോധിച്ചു. ഈ മുറിയിലെ താപനില രേഖപ്പെടുത്തിയിരിക്കുന്നു. -2.1 ഡിഗ്രി സെൽഷ്യസ്.
മുറിയിലെ ഓക്സിജന്റെ അളവ് അന്തരീക്ഷത്തിൽ സാധാരണ വേണ്ടതിന്റെ 50% മാത്രം. ആ ശക്തി മുറിയിലെ ഓക്സിജനെയും താപനിലയെയും വലിച്ചെടുത്ത് ഒരു ശൂന്യത സൃഷ്ടിക്കുകയായിരുന്നു. അതായിരുന്നു രാഘവന്റെയും കരുണാകരന്റെയും മരണകാരണം, ശ്വാസം മുട്ടൽ. അയാൾ ഇരുമ്പുപെട്ടി തുറന്നു. അതിന്റെ ഉള്ളിൽ തുരുമ്പെടുത്ത് കട്ടിയുള്ള കടലാസിൽ പൊതിഞ്ഞ ഒരു മനുഷ്യന്റെ കൈപ്പത്തി. അഴുകിപ്പോയ എന്നാൽ നഖങ്ങൾ മാത്രം കട്ടികൂടി കിടക്കുന്ന നീണ്ട നഖങ്ങളുള്ള കൈപ്പത്തി. ഇതായിരുന്നു രാഘവന്റെ കയ്യിൽ നിന്ന് കിട്ടിയ നഖത്തിന്റെ ഉടമ. പ്രശാന്ത് ഭയത്തോടെ ആ കൈപ്പത്തിയിലേക്ക് നോക്കി. കൈപ്പത്തിക്ക് 6 വിരലുകൾ. അതിന് തൊട്ടടുത്തായി ഒരു പഴയ ഡയറി കൂടി ഉണ്ടായിരുന്നു, രാമകൃഷ്ണന്റെ ഭാര്യയുടെ ഡയറി. ഡയറിയിൽ എഴുതിയിരുന്നത് ഇപ്രകാരമാണ്: എന്റെ ഭർത്താവ് എന്നെ ഇവിടെ പൂട്ടിയിട്ടു. എന്റെ കുടുംബത്തിലെ സ്ത്രീകൾക്ക് 6 വിരലുകൾ ഉണ്ടാകും. അതൊരു ശാപമാണ്. ആ ശാപം പേറുന്നവർക്ക് അമാനുഷ്യ ശക്തിയുണ്ടെന്നത് രാമകൃഷ്ണനെ ഭയപ്പെടുത്തുന്നു. എന്റെ നഖം മുറിക്കാൻ അയാൾ അനുവദിച്ചില്ല. 40 വർഷത്തെ പഴക്കമുള്ള എന്റെ ഈ നഖത്തിലേക്ക് ആ ശക്തി കേന്ദ്രീകരിക്കപ്പെട്ടിരിക്കുന്നു. അയാൾ എന്നെ കൊന്ന ശേഷം എന്റെ ശരീരം വെട്ടിമുറിച്ച് ഇവിടെ കുഴിച്ചിട്ടു. പക്ഷെ എന്റെ ഈ കൈപ്പത്തി, എന്റെ 6 വിരലുകളുള്ള പാദങ്ങൾ അയാൾക്ക് കണ്ടെത്താൻ കഴിഞ്ഞില്ല. എന്റെ ജനിതക ഘടന മാറിയിരിക്കുന്നു. ഇത് മനുഷ്യന്റെയല്ല, ആ ശക്തിയുടെയാണ്. എന്റെ ശരീരമില്ലാതെ എന്റെ ആത്മാവ് ഇവിടെ നിന്നും പുറത്തേക്ക് പോകാൻ കാത്തിരിക്കുന്നു. ആ താളുകൾ പ്രശാന്തിന്റെ കയ്യിലിരുന്ന് ഉറച്ചു. ആ കൈപ്പത്തിയുടെ DNA പരിശോധന നടത്തിയാൽ അത് രാഘവന്റെ കയ്യിൽ നിന്ന് കിട്ടിയ നഖത്തിന്റെ DNA-യുമായി 100% സാമ്യമുള്ളതായിരിക്കും. അതായത് 40 വർഷം മുമ്പ് കൊല ചെയ്യപ്പെട്ട ആ സ്ത്രീയുടെ ആത്മാവ് ഈ കൈപ്പത്തിയിലെ പരിണാമം സംഭവിച്ച DNA-യുടെ ശക്തിയിലാണ് നിലനിൽക്കുന്നത്. പ്രശാന്തിന് ഭ്രാന്ത് പിടിക്കുന്നത് പോലെ തോന്നി. അവസാന താളിൽ ഒരു ഭീകരമായ കുറിപ്പ് കൂടി ഉണ്ടായിരുന്നു: എന്നെ രക്ഷിക്കാൻ വന്നവൻ, എന്റെ കഥ രേഖപ്പെടുത്താൻ വന്നവൻ എന്റെ അടുത്തേക്ക് വരും. അവന്റെ ശരീരം ഞാൻ ഉപയോഗിക്കും. അവന്റെ കണ്ണുകൾ എന്റെ ഒറ്റക്കണ്ണായി മാറും. അത് വായിച്ചു തീർന്നതും പ്രശാന്ത് ഭയന്ന് പുറകിലേക്ക് തിരിഞ്ഞോടി. അവന്റെ പിന്നിൽ കൈകളില്ലാത്ത ആ കറുത്ത രൂപം ചിരിച്ചുകൊണ്ട് ഓക്സിജന്റെ അളവ് കുറച്ചുകൊണ്ട് അവനെ ലക്ഷ്യമായി നീങ്ങുകയായിരുന്നു. പ്രശാന്ത് ജീവനും കൊണ്ട് ബംഗ്ലാവിലെ വാതിൽ തുറന്ന് പുറത്തേക്കോടി. ഇരുട്ടു നിറഞ്ഞ അമ്മൻകാട്ടിലൂടെ പ്രാണരക്ഷാർത്ഥമോടുമ്പോൾ അവന് മനസ്സിലായി തുടങ്ങിയിരുന്നു: താൻ കണ്ട സത്യം തന്റെ ശരീരത്തിൽ അതിന്റെ അവസാന തെളിവായി അവശേഷിച്ചിരിക്കുന്നു. പിന്നീട് പ്രശാന്തിനെ പോലീസ് കണ്ടെത്തിയത് ബോധം നഷ്ടപ്പെട്ട് ശ്വാസം കിട്ടാതെ പിടയുന്ന അവസ്ഥയിലാണ്. ആ സംഭവശേഷം തന്റെ സാധാരണ ജീവിതത്തിലേക്ക് മടങ്ങി വരാൻ പ്രശാന്തിന് ആഴ്ചകൾ വേണ്ടി വന്നു. പക്ഷെ അതിനുശേഷം അയാൾ ഫോറൻസിക് ഡിപ്പാർട്ട്മെന്റിലെ ജോലി ഉപേക്ഷിച്ചു. അവനിപ്പോൾ ഒരു സാധാരണ ഫോട്ടോ സ്റ്റുഡിയോ നടത്തുന്നു. കൂടാതെ ഇപ്പോഴും തന്റെ തകർന്ന നിക്കോൺ D850 ക്യാമറ ഉപയോഗിച്ച് ചിത്രങ്ങൾ എടുക്കുന്നുമുണ്ട്. ഇപ്പോൾ പ്രശാന്ത് ആളുകളെ ശ്രദ്ധിക്കുമ്പോൾ തന്റെ ഇടതു കണ്ണ് ചിമ്മുകയും വലതു കണ്ണ് വിടർത്തി നോക്കുകയും ചെയ്യും. അതൊരു ശീലമായിരുന്നില്ല. അത് ചുവന്ന ഒറ്റക്കണ്ണുള്ള ആ ഭീകരമായ ശക്തി പ്രശാന്തിന്റെ ശരീരത്തെ തന്റെ അവസാനത്തെ ക്യാമറ ലെൻസാക്കി ഉപയോഗിക്കുന്നു എന്നതിന്റെ തെളിവായിരുന്നു. ആ 6 വിരലുകളുള്ള കൈപ്പത്തി ഇപ്പോഴും എവിടെയോ അടുത്ത ഇരയെ കാത്തിരിക്കുന്നു.